അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم اجعل حبك أحب إلينا من أنفسنا اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا رب زدنا علما نافعا. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മൾ ജുസ 1 കംപ്ലീറ്റ് ചെയ്തു. സൂറത്ത് ബഖറയിലെ 141 ആയത്ത് വരെ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മുടെ കയ്യിൽ ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് ക്രിസ്പായിട്ട് ജുസു 1 നമ്മുടെ കയ്യിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരും അത് മാറ്റി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ പഠിച്ചു കഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ടോ ഇനിയും ജുസു 1 കഴിഞ്ഞ് ജുസു 2 പഠിച്ചാൽ മതി എന്നുള്ള അറിയാം. നമ്മൾ ആ ഒരു മോഡലല്ല പോണത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അത്. നമുക്കത് വീണ്ടും വീണ്ടും ഓതണം അത് കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ചിലരെങ്കിലും ഒക്കെ അത് മാറ്റി വെച്ച് ജുസു 2 കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ കൊണ്ടുവന്ന് തരാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹിന്റെ ഒരു തൗഫീഖ് തന്നെയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കും അതിപ്പം 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഒരു 30 ജ്യൂസ് ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഇത്രയും അധികം നമ്മളെ കൊണ്ട് ഓർത്ത് വെക്കാൻ പറ്റൂലല്ലോ പക്ഷേ നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. ഖുർആനിന് കൊടുക്കേണ്ട ഹക്ക് എന്ന് പറയുന്നത് അതല്ല ഖുർആൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, മറക്കാനുള്ളതേ അല്ല. നമ്മൾ ഖുർആനെ വിട്ട് കഴിഞ്ഞാൽ ഖുർആൻ നമ്മളെയും വിടും. അത് നമുക്ക് ഖുർആനോട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പം റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ റിപ്പീറ്റഡ് ചിന്തകൾ ഖുർആനെ കുറിച്ച്, റിപ്പീറ്റഡ് കണക്ഷൻ, അതാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മളെ സ്ട്രോങ് ആക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഖുർആനുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഫൈനലി നമുക്ക് അതിൽ നിന്ന് നമ്മൾ പണ്ട് പറഞ്ഞു വെച്ച മുത്തുകളും പവിഴങ്ങളും ഡയമണ്ടും ഒക്കെ പെറുക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ ഖുർആനെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഖുർആനെ കുറിച്ച് ഖുർആന്റെ റിഫ്ലക്ഷൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ചേഞ്ചസ് വന്നു തുടങ്ങും ഖുർആൻ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്തതെങ്കിൽ, ഹിദായത്തിന് വേണ്ടി ആയിട്ടാണ് നമ്മൾ ചോദിച്ചതെങ്കിൽ, മുത്തഖിയാവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഹിദായത്ത് തൗഫീഖും ഹിദായത്തുൽ ഇൽമിയും വെച്ചിട്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് തരുക തന്നെ ചെയ്യും. അത് നമുക്ക് ഈ ഒരു ജുസ് 1 ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതാണ് ഖുർആന്റെ മാജിക്കും മുഅ്ജിസത്ത് എന്ന് പറയുന്നതിൽ ഒന്നാണ് അതല്ലേ, ഖുർആന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആത്മാർത്ഥമായി ഖുർആനെ സമീപിക്കുമ്പോൾ, നമുക്ക് ഹിദായത്തിന് വേണ്ടി, നമുക്ക് ചേഞ്ചിന് വേണ്ടി ഖുർആനെ സമീപിക്കുമ്പോൾ നമ്മൾ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്താണോ പറയുന്നത് അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഉദ്ദേശത്തോടു കൂടി, അതായത് നിയ്യത്തോടു കൂടി റിപ്പീറ്റഡ് ആയിട്ട് ഖുർആനിലുള്ള ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അമലിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു അത് എളുപ്പമാക്കുകയും ചെയ്യും. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കറക്റ്റ് ടൈമിലാണ് ഇൽം ടു അമലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സുബ്ഹാനല്ലാഹ്. ഇവിടെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇൽം ടു അമൽ എന്ന് പറയുന്നത് നമ്മൾ ജുസ് 1 പഠിച്ച ലെസൺസിനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ഒരു എഫേർട്ടാണ്. അതിൽ ഒന്നും കൂടെ ആ കാര്യങ്ങൾ കേട്ടിട്ട് എന്തൊക്കെയാണോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇൽം ടു അമൽ. ഓക്കെ, ഇനി ഇൽം ടു അമലിലേക്ക് വന്നിട്ടും ചിലപ്പോൾ നമ്മൾ അതിനകത്ത് എഴുതിയ ചില കാര്യങ്ങൾ, അതായത് ജുസ് 1 കേട്ടു, മാറാൻ ശ്രമിച്ചു, ഇൽം ടു അമലിലേക്ക് വന്നു, നമ്മൾ അതിലുള്ള ചില പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. കുറെ എഴുതുന്നതിൽ ചിലതൊന്നും ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. വിഷമിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു വതആല ജുസ് 1 തന്നെ അതിനുള്ള കീ നമുക്ക് തന്നിട്ടുണ്ട് വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. സബ്റും ഉണ്ടാവുക, സ്വലാത്തും നമസ്കാരവും ക്ഷമയും. ആ ക്ഷമയുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷമ എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഫെയിൽ ആയാൽ വീണ്ടും ട്രൈ ചെയ്യുക, ഫെയിൽ ആയാൽ വീണ്ടും ട്രൈ ചെയ്യുക, ദുആ ചെയ്യുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കയ്യിൽ തന്ന ആ ഒരു കീ, ആ ലോക്ക് തുറക്കാനുള്ള ആ ഒരു കീ. അതാണ് നമ്മൾ ഇൽം ടു അമലിലൂടെ ശ്രമിക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല കാലം പോകെ പോകെ നമുക്ക് അതൊക്കെ എളുപ്പമാക്കി തരുകയും ചെയ്യും. ആമീൻ. അള്ളാഹു കൂടുതൽ കൂടുതൽ എളുപ്പമാക്കി തരട്ടെ എല്ലാവർക്കും. ആമീൻ. ഇനി ഇതിന്റെ വേറൊരു ആംഗിൾ അല്ലെങ്കിൽ വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ ഒരു പക്ഷെ ഇപ്പം
ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷെ മുന്നേ നമുക്കുണ്ടായിരുന്ന പല എൻജോയ്മെന്റുകളിലും ഹറാമുകൾ കടന്നു പോയത് കൊണ്ട് നമ്മൾ അതിനെയൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കല്ലേ, അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു എൻജോയ്മെന്റ് തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവരടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ സമയത്തിന്റെ കാര്യം പോലും മറന്നു പോകാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഈഗർലി വെയിറ്റ് ചെയ്യും. അതിപ്പം ആരാണെങ്കിലും, അപ്പൊ നമ്മള് ദീനിലുള്ള സഹോദരിമാരാവാം, അതുവഴിയുള്ള സൗഹൃദങ്ങളാവാം, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇണകളാവാം, നമ്മുടെ മക്കളാവാം, നമ്മളുടെ സ്വന്തം സഹോദരങ്ങളാവാം അല്ലെ, അവരോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര നമ്മളതിനെ വെയിറ്റിംഗ് ആയിരിക്കും. നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്, നമ്മുടെ ഫാമിലി ആയിട്ടുള്ള സമയം അല്ലെ. ഇനി ചിലരുടെ കേസിൽ അത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ചിലപ്പോൾ മക്കളും ഹസ്ബൻഡും ഒക്കെ പുറത്തായിരിക്കും, ഒരുപാട് സമയം ഒന്നും അവരടുത്ത് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരുപാട് സമയം അവർ അവൈലബിൾ ആയിരിക്കുമല്ലോ സംസാരിക്കാൻ. അതേപോലെ നമ്മുടെ ദീനിലുള്ള ഈ സഹോദരിമാര്, നമ്മൾക്ക് ഭയങ്കര ഹൃദയം കൊണ്ട് ഭയങ്കര അടുത്തുള്ള സഹോദരിമാർ, എപ്പോഴും അവർ നമ്മളെ കൂടെ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്കത് ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. കുറച്ചു നേരമെങ്കിലും സംസാരിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ അല്ലോ മിസ്സിംഗ് ആണല്ലേ, ഭയങ്കര സങ്കടമായിരിക്കും. ഇനി ഈ പറഞ്ഞ ആൾക്കാര്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാര് എപ്പോ കാണുമ്പോഴും ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയണേ, നമ്മൾ പറയും ഓ ഓള് ഭയങ്കര ബോറാല്ലേ, ഓള് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോറാക്കിയിട്ട് മാറ്റി നിർത്തും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വരാം. അള്ളാഹു തന്നെയാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അല്ലേ. അപ്പം നമ്മൾ ശരിക്കും സംസാരം, നമ്മുടെ കോൺവെർസേഷൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് സംസാരിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്തുകൊണ്ട് ലിസൺ ചെയ്യേണ്ടത്, കേൾക്കേണ്ടത് അള്ളാഹ് പറയുന്നതാണ് അല്ലെ. നമ്മളുടെ അങ്ങോട്ടുള്ള സംസാരം എന്ന് പറയുന്നത്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ദുആകൾ അല്ലെ, നമ്മുടെ നമസ്കാരങ്ങൾ, ഹംദുകൾ, ഇസ്തിഗ്ഫാറുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ എല്ലാം നമ്മൾ ഏത് നിമിഷം അള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ പുറകുറാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ അള്ളാഹുവിനോടുള്ള സംസാരമാണ്. അള്ളാഹുവിന്റെ നമ്മളോടുള്ള സംസാരം എന്ന് പറയുന്നത് ഖുർആനാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കാണാം, നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമുക്ക് അവളുടെ അടുത്ത് ഒരു താങ്ക്സ് പറയണം, അവൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന്. നമ്മൾ അവളെ കാണുമ്പോൾ സലാമൊക്കെ പറഞ്ഞിട്ട് താങ്ക്സ് 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 അങ്ങനെ 3 പ്രാവശ്യം പറയാന്ന് വെച്ചോ, അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവോ? പക്ഷേ നമ്മൾ എങ്ങനെയാ പറയാ, ശരിക്കുണ്ടല്ലോ നീ അന്നാ തന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ, എന്തൊരു ഉപകാരമുള്ള കാര്യമായിരുന്നു, ജസാഖില്ലാഹു ഖൈറ. അങ്ങനെയാണ് നമ്മൾ താങ്ക്സ് പറയല്ലേ. ഇനി നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക, അടിപൊളിയാണ്, 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 അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ പറയോ? ഇല്ലല്ലേ. എന്തിനാണ് നമ്മൾ കോംപ്ലിമെന്റ് പറയുന്നത് അല്ലേ? ഒന്നെങ്കിൽ നീ ഇട്ട ഡ്രസ്സ് മാഷാ അല്ലാ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലും സോറി പറയാണ്, വെറുതെ പോയി എന്നിട്ട് ഒരു 4-5 പ്രാവശ്യം സോറി 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 എന്ന് പറയോ? അതോ എന്തിനാ സോറി പറഞ്ഞത് നമ്മൾ പറയോ? അപ്പം ഇവിടെയൊക്കെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, നമ്മൾ അവരോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അല്ലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവിടെ ഉണ്ട്. നമ്മൾ എന്തിനാ താങ്ക്സ് പറയുന്നതെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഒരു പക്ഷെ നമ്മൾ വാക്കുകളിലേക്ക് മാറ്റി, നീ ഇന്നത് ചെയ്തത് അൽഹംദുലില്ലാ ഭയങ്കര ഗുണായിട്ടോ ജസാഖില്ലാഹു ഖൈറ, അല്ലെങ്കിൽ നീ ഈ ചെയ്തത്, നിന്റെ ഈ ഡിഷ്, നിന്റെ ഫുഡ് എന്തൊരു അടിപൊളിയാ മാഷാ അല്ലാ സൂപ്പറാ അല്ലെ. അല്ലെങ്കിൽ ഞാൻ അന്ന് നിന്റെ അടുത്ത് അത് ചെയ്തത് കേട്ടോ, സോറി കേട്ടോ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ, എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാ അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഹൃദയവും ഉണ്ട്, നമ്മുടെ വാക്കുകളും ഉണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സോറി പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രശംസിക്കുമ്പോൾ അല്ലെ, തസ്ബീഹ് ചെയ്യുമ്പോൾ സോറി സോറി സോറി, താങ്ക്സ് താങ്ക്സ് താങ്ക്സ്, അൽഹംദുലില്ലാ 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 അല്ലെ, എവിടെയോ മെക്കാനിക്കലി നമ്മൾ പറയാണ്. കാരണം നമ്മൾ എന്താ അള്ളാഹിനോട് പറയുന്നതെന്ന് നമുക്ക് അറിയൂല, അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുമില്ല, നമ്മളുടേതായ ഒരു ടച്ച് അതിന് ഇല്ലതാനും അല്ലേ. നമ്മൾ ഓരോരുത്തരടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു ടച്ച് അതിലുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ആ കാര്യം പറയുന്നതെന്ന് നമ്മൾ അവർക്ക് ആ ഒരു ഫീലിംഗ് കൊടുക്കും അല്ലെ, സംസാരിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ താങ്ക്സ് പറയുന്നത്, എന്തിനാണ് സോറി പറയുന്നത്. കാരണം നമുക്ക് അറിയാം അതെന്തിനാ നമ്മൾ ചെയ്യുന്നത്, അതിനകത്ത് നമ്മുടെ ഹൃദയമുണ്ട്, നമ്മുടെ വാക്കുകളുണ്ട്, നമ്മളുണ്ട് അതിനകത്ത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, അള്ളാഹ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് അത് മെക്കാനിക്കലായി പോയത് അല്ലെ. ഖുർആൻ ഇങ്ങനെ നമ്മൾ കണക്കില്ലാതെ ഓതി വിടുമ്പം അതിൽ നമ്മളെ ഹൃദയവും ഇല്ല, അതുകൊണ്ട് നമ്മളും അതിനകത്ത് ഇല്ല. പക്ഷെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അതിനൊരു ഭംഗിയൊക്കെ വന്നു തുടങ്ങും അല്ലെ.
അങ്ങനെ നമുക്ക് ആ ഒരു ഭംഗി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്യുമ്പം ഓരോ സമയവും നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള കണക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അള്ളാഹുമായിട്ട് നമ്മുടെ അള്ളാഹുവിന്റെ വാക്കുകളുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊരു വേറെ തന്നെ ഫീലിംഗ് കൊണ്ടുവരും. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇൽമു അമൽ ചെയ്യുമ്പോൾ പണ്ട് കേട്ട അതേ ക്ലാസ്സുകള് സുബ്ഹാനല്ലാഹ് അന്ന് കേട്ട ഫീലിംഗ് അല്ല ഇപ്പൊ തരുന്നത് അല്ലേ? ഇപ്പൊ വേറെ തന്നെ ഒരു ഫീലിംഗാ. വീണ്ടും വീണ്ടും നമ്മൾ കാരണം നമ്മളുടെ മാനസികാവസ്ഥ മാറി. നമ്മൾ ഒരു ലെവല് കുറച്ചും കൂടെ ഒരു പൊടിക്ക് നമ്മളൊന്ന് മാറി. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ടുള്ള കണക്ഷൻ ഒരിത്തിരി അങ്ങോട്ട് കൂടി അല്ലേ? അള്ളാഹുവിന്റെ വാക്കുകളുമായിട്ടുള്ള അള്ളാഹുവിന്റെ കലാമുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ഒരിത്തിരി അങ്ങോട്ട് കൂടി. ഏകദേശം ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ റിലേഷൻഷിപ്സും നമ്മുടെ ഫ്രണ്ട്ഷിപ്സും ഒക്കെ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ എടുക്കുക. നമ്മൾ ആ ഫ്രണ്ടുമായിട്ട് ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണോ ഇപ്പോഴും സംസാരിക്കുക? ഒരിക്കലും അല്ല അല്ലേ? അത് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ അത് ഗ്രോ ചെയ്ത് ആ ബന്ധം ആ ഒരു കണക്ഷൻ ബോണ്ടിങ് ഗ്രോ ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ആ സമയം കൊടുത്തു അവർക്ക് അല്ലേ? നമ്മൾ സംസാരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവർ പറയുന്നത് നമ്മൾ കേട്ട് കെയർ ചെയ്ത് സോറി പറയേണ്ടടുത്ത് സോറി പറഞ്ഞ് താങ്ക് യു പറയേണ്ടടുത്ത് താങ്ക് യു പറഞ്ഞല്ലേ? ജസാഖല്ലാഹു ഖൈറ പറയേണ്ടടുത്ത് അത് പറഞ്ഞ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് ചിലപ്പം അന്ന് സംസാരിക്കുന്ന അതേ മാറ്റേഴ്സ് തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നസീറിന്റെ കാര്യം എടുക്കുക. നസീറെ ഞാൻ കുറെ സംസാരിക്കാറുണ്ട്. നമ്മൾ അന്ന് സംസാരിക്കുന്നത് ഇന്ന് സംസാരിക്കുന്നത് മക്കളെ പറ്റിയായിരിക്കും. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മക്കളെ പറ്റിയായിരിക്കും. പക്ഷെ അത് ഓളെ എപ്പോ വിളിച്ചാലും മക്കളെ പറ്റിയാ സംസാരിക്കുന്നത് ഭയങ്കര ബോറാന്നാണ് നമ്മൾ നിർത്തോ ഇല്ല അല്ലേ? പക്ഷെ അന്ന് സംസാരിച്ചതും ഇന്ന് സംസാരിച്ചതും വേറെ വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ആദ്യം സംസാരിക്കുമ്പോൾ നമ്മൾ അത്ര അല്ലേ നമ്മൾ ഇവിടെ ആരാന്നറിയാത്തത് കൊണ്ട് അത്ര സിൻസിയർ ആയിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നത്. നമ്മളൊരു പക്ഷെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ സീക്രട്സ് ഒന്നും പറയുന്നുണ്ടാവില്ല. പിന്നെ പിന്നെ നമ്മൾ ക്ലോസ് ആവുമ്പോൾ നമ്മൾ ഒരുപാട് ഷെയർ ചെയ്യും അല്ലേ? നമുക്ക് ഒരുപാട് കംഫർട്ട് കിട്ടും. ഒരുപാട് സീക്രട്സും നമ്മൾ ഷെയർ ചെയ്ത് തുടങ്ങും. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാമുമായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും അതേ ആയത്തുകളായിട്ട് വീണ്ടും 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 നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സ് അതിനകത്ത് കൊടുത്ത് ഹൃദയം അതിനകത്ത് കൊടുത്ത് തിങ്ക് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഖുർആനിലുള്ള വാക്കുകൾ അത് തന്നെയാണെങ്കിലും ടോപ്പിക്സ് അത് തന്നെയാണെങ്കിലും ഫീലിങ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഫീലിങ്സ് ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മളത് അനുഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പണ്ടൊന്നും അറിയാതെ ഒരു 25 ഹത്തം തീർത്തപ്പുണ്ടായ ഫീലിങ്ങും ഇപ്പം എന്തൊക്കെയോ ഒരിത്തിരി അറിഞ്ഞിട്ട് അതേ ആയത്തുകൾ ഒരു 2 3 പ്രാവശ്യം അതിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തഫ്സീർ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങും ഭയങ്കര ഡിഫറെന്റ് ആണ്. ആ ഒരു സന്തോഷം ഭയങ്കര ഡിഫറെന്റ് ആണ്. ആ ഒരു ആശ്വാസം ഭയങ്കര ഡിഫറെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ലെവലിലേക്ക് നമ്മളിങ്ങനെ വളർന്ന് 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 പോകുമ്പോൾ നമുക്ക് അതിനേക്കാൾ സന്തോഷം തരുന്നത് ഒന്നും ഈ ദുനിയാവില് ഇല്ലാണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അല്ലേ? അത് നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട നമ്മളെ മക്കളാവട്ടെ, നമ്മുടെ ഇണകളാവട്ടെ, ഇനി നമ്മളുടെ ദീനി സുഹൃത്തുക്കളാവട്ടെ, അവരെ കാണാൻ വേണ്ടിയിട്ടില്ലേ അങ്ങനെ ഒരു മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? അതേപോലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അത് ആലോചിച്ചിട്ടുള്ള സങ്കടം ഉണ്ടാവും. അത് അതിനേക്കാളും വലിയൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് ദുനിയാവില് വേറെ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇല്ലാന്നുണ്ടെങ്കില്, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ വിഷമം നമുക്ക് വേറെ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടില്ല. കാരണം അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുമ്പം, അള്ളാഹുമായിട്ട് സംസാരിക്കുമ്പം, അള്ളാഹുവിന്റെ സംസാരം കേൾക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് നമുക്ക് അതാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല. ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെറിയ വേറൊരു എക്സാമ്പിൾ ഒരു അനാലജി തരാം. അതായത് നമ്മളുടെ ഹസ്ബൻഡ് എടുക്കാം. ഓക്കെ, നമ്മൾ ഹസ്ബൻഡിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന മൂപ്പരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ മൂപ്പര് സംസാരിക്കുന്നത് കേൾക്കുന്ന, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് കൊടുക്കുന്ന അല്ലെ, അതാണോ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുക? അല്ലെങ്കിൽ മൂപ്പർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂപ്പർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്ന, ഓക്കെ, അതാണോ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുക? ഓഫ് കോഴ്സ് നമുക്ക് മൂപ്പരോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ മൂപ്പർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണല്ലേ, മനസ്സിൽ ആ ഒരു എൻജോയ്മെന്റോട് കൂടി ഇഷ്ടത്തോടു കൂടി തന്നെയാ ചെയ്യുക. പക്ഷെ കൂടുതൽ സന്തോഷം കിട്ടുക മൂപ്പരെ കൂടെ ഇരുന്ന് സംസാരിച്ച് ആ ഒരു
സ്നേഹ ഭയങ്കര ബോണ്ടിങ് ഉള്ള കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് മൂപ്പര കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ മനുഷ്യന് ഇടങ്ങേറാണ്. ആ ഒരു അവസ്ഥയിലല്ല അല്ലെ, നമുക്ക് നല്ല ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതും ആ ഒരു ഇന്റിമേറ്റ് ടൈമുമാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് സംസാരിക്കുമ്പോൾ, അള്ളാഹുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ടൈം, അള്ളാഹുമായിട്ട് നമ്മളെ ബോണ്ടിങ്, ഖുർആന്, റിഫ്ലക്ഷന് അല്ലെ, അള്ളാഹുമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദിക്റ്, നമ്മുടെ നമസ്കാരം, നമ്മളുടെ ദുആകള്, അള്ളാഹുമായിട്ടുള്ള ലോൺലി ടൈം, അതായിരിക്കും അതായിരിക്കണം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. എന്തിനേക്കാൾ അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മളെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നത്, ദീനിലുള്ള ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്താ ഇബാദത്താണ് അല്ലെ. അതായത് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മൂപ്പർക്ക് ഇഷ്ടമുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നതാണോ അതോ മൂപ്പരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണോ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ ഏതാ ചെയ്യുക? മൂപ്പരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന അല്ലെ, സന്തോഷത്തില് ഭയങ്കര സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അതാ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുക, മൂപ്പർക്ക് വേണ്ടി മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ. അപ്പം നമ്മളിപ്പോഴും ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇബാദത്തുകൾ തന്നെയാണ് നമ്മളെ ഇണകളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും നമ്മുടെ ദീനി ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതിനുള്ള അതേ എക്സൈറ്റ്മെന്റ്, അതേ സന്തോഷം അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല അല്ലെ. അള്ളാഹിന്റെ സംസാരത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അള്ളാഹിന്റെ സംസാരം കേൾക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആ സ്റ്റേജിൽ എത്തണം അല്ലെ, നമുക്ക് ആ ഒരു അവസ്ഥയിൽ എത്തണം. അതിനേക്കാളും വലിയ എൻജോയ്മെന്റ് വേറൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തണം. അതിനുവേണ്ടി നമ്മളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. നമ്മുടെ ഖുർആനുമായിട്ടുള്ള ടൈം, ഖുർആനിനെ കുറിച്ചുള്ള ചിന്തിക്കണം. ഓരോ ആയത്ത് കിട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കണം. അള്ളാഹിന്റെ അടുത്ത് തൗഫീഖിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം അമല് ചെയ്യാനുള്ള. അതേപോലെ അമല് ചെയ്യാൻ വേണ്ടി, അതായത് ഇൽമുകൾ അമലിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്തുകൊണ്ടേ, സ്റ്റെപ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പം ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് അതിനേക്കാളും വലുതൊന്നും ദുനിയാവിലില്ല എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തും. അതിനേക്കാളും വലുതല്ല അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉള്ള സൗഹൃദങ്ങളും അതിനു വേണ്ടി ടൈം, അതൊക്കെ എൻജോയ്മെന്റ് തന്നെ ആയിരിക്കണം. കാരണം മാനുഷികമാണ്, അതൊക്കെ എൻജോയ്മെന്റ് തന്നെയാണ്. കാരണം ഇബാദത്തുകൾ എപ്പോഴും എൻജോയ്മെന്റ് തന്നെയാണ്. പക്ഷെ ഇബാദത്തുകൾ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിനേക്കാളും മേലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഒരു ബാലൻസ് ഇനിയും മാറാനുണ്ട്. അള്ളാഹിന് കുറച്ചും കൂടെ മുകളിലേക്ക് വെക്കാനുണ്ട് അല്ലെ. അള്ളാഹുമായിട്ട് സംസാരിക്കുന്നതിന് കുറച്ചും കൂടെ സന്തോഷം നമ്മൾ കണ്ടെത്താനുണ്ട്. അള്ളാഹിന്റെ സംസാരം കേൾക്കുന്നതിന് കുറച്ചും കൂടെ സന്തോഷം നമ്മൾ കണ്ടെത്താനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക്, അതുപോലെ അള്ളാഹിന്റെ കലാം കേൾക്കുമ്പോഴും, അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും, അള്ളാഹിനോട് സംസാരിക്കുമ്പോഴും കൂടുതൽ ഏറ്റവും ബെസ്റ്റ് സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ അള്ളാഹ് ഖുർആനിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമുള്ള ആളുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആയത്ത് 142 മാത്രം നോക്കാം. നമുക്ക് മെല്ലെ മെല്ലെ തുടങ്ങിയിട്ട് ക്യാച്ച് ചെയ്യാം. ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറത്ത് ബഖറ ആയത്ത് 142. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അവർ ഇതുവരെ പ്രാർത്ഥനാവേളയിൽ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തു നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണം എന്താണെന്ന് മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കാം. നബിയെ പറയുക, അള്ളാഹുവിൻ്റെത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. വാക്കർത്ഥം നോക്കാം. സയഖൂലു റൂട്ട് ഖാഫ് വാവ് ലാം. അവർ പറയും അല്ലെങ്കിൽ അവൻ പറയും എന്ന് അർത്ഥം. ഇവിടെ നമ്മളൊരു സീൻ കാണുന്നുണ്ട് അല്ലെ. യഖൂലുവിന്റെ മുമ്പ്, യഖൂലു എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വേർബാണ്, ഫെയിലാണ്. ഇതിനു മുമ്പ് നമ്മൾ സയക്ഫീകഹുമുല്ലാഹ് എന്നുള്ള വാക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സാനെ കുറിച്ച്, ഈ സീനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ സീൻ ഈ ക്രിയയുടെ മുമ്പ് വരുമ്പോൾ, വേർബിന്റെ മുമ്പേ വരുമ്പം അതിന് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവി ടെൻസ് കൊടുക്കും. ചെറിയ തോതിൽ ഗ്രാമർ ഒന്ന് കൊണ്ടുവരാണ് ഇവിടെ. കാരണം നമ്മൾ ഇൻഷാ അല്ലാഹ്
ചൊവ്വാഴ്ചകളിൽ M2ML പോസ്റ്റിംഗ് ആണ് അല്ലേ? അതുകൊണ്ട് നമുക്കിനി ഒരു എക്സ്ട്രാ ഗ്രാമർ ടിപ്സ് ക്ലാസ്സും കൂടെ ചൊവ്വാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേർഡൻ ആവും. അതുകൊണ്ട് ഇനി ചൊവ്വാഴ്ച ഇൻഷാല്ലാ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ മാത്രമേ നമ്മൾ ചൊവ്വാഴ്ച ലൈവ് കണക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ നമ്മുടെ റിഫ്ലക്ഷൻസും M2MLന്റെ പോസ്റ്റിങ്ങും, അതായത് M2MLന്റെ പോസ്റ്റ് ചെയ്ത ക്ലാസ്സുകൾ നമ്മൾ റെഡി ആവണമല്ലോ അല്ലെ അടുത്ത ആഴ്ചത്തേക്ക്, അതിനു വേണ്ടി ഇടുകയാണ്. അതുകൊണ്ട് ഗ്രാമറിന് എക്സ്ട്രാ ക്ലാസ്സസ് ഒന്നും ഇനി വെക്കുന്നുണ്ടാവില്ല. കുറച്ച് ഗ്രാമർ ടിപ്സ് ഈ വേർഡ് അനാലിസിസിന്റെ കൂടെ തരാൻ നോക്കാം ഇൻഷാല്ലാ. അപ്പം ഗ്രാമർ ടിപ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻസുകൾ അല്ലെ, മാദിയും മുദാരിയും. മാദി ഖാല അവൻ പറഞ്ഞു, ഫഅല അവൻ ചെയ്തു, അതുപോലെ അല്ലെ. അടുത്തത് മുദാരി യഖൂലു യഫഅലു അല്ലെ, അവൻ പറയുന്നു അവൻ ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം. ഇനി ഈ മുദാരി തന്നെയാണ്, മുദാരി വാക്കുകൾ തന്നെയാണ് ഭാവിയിലും ഉപയോഗിക്കുന്നത്. അതായത് വർത്തമാനകാലവും ഭാവിയും. മുദാരി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആണ്. മാദി പാസ്റ്റ് കഴിഞ്ഞത്, മുദാരി പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഫിഅൽ മുദാരിനെ വർത്തമാനമായിട്ടും ഭാവിയായിട്ടും യൂസ് ചെയ്യാം. അത് എപ്പോഴാണ് ഭാവി കാലമാകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവുന്നതെന്ന് വെച്ചാൽ അത് കോണ്ടെക്സ്റ്റിനനുസരിച്ച്, അല്ലെങ്കിൽ ആ വാക്കുകളുടെ കൂടെ ചില ലെറ്റേഴ്സ് അല്ലെങ്കിൽ ചില വാക്കുകൾ അറ്റാച്ച് ചെയ്ത് വരുമ്പോഴൊക്കെയാണ് അത് ഭാവിയാവുന്നത്. അല്ലെങ്കിൽ ജനറലി അത് മുദാരി എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലമാണ്. അപ്പം ഈ ഒരു കാര്യത്തില് സയഖൂലു എന്ന് പറയുന്നിടത്ത് ഇവിടെ സീൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫിഅൽ മുദാരിയായ യഖൂലുവിന്റെ തൊട്ട് മുന്നേ സീൻ വന്നത് കൊണ്ട് അത് എന്താ, സീൻ എന്നുള്ള അക്ഷരം സ യഖൂലു അല്ലെ. അപ്പം സ യഖൂലു വന്നത് കൊണ്ട് എന്താണ്, ഈ മുദാരി ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആവാണ്, ഭാവി കാലമാണ്. അപ്പം യഖൂലു സയഖൂലു എന്ന് പറയുമ്പം എന്തായി യഖൂലുവിന്റെ അർത്ഥം അവൻ പറയും എന്നാണ് ആയി മാറുന്നത്. ഓക്കെ, അവൻ ഉടനെ പറയും. ഇനി സീൻ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്ന്, സീൻ അതിന്റെ ഒരു വെർബിന്റെ തൊട്ട് മുമ്പേ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ, അതായത് പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യത്തിനാണ്. അത് ഫ്യൂച്ചർ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് വരുന്ന ഒരു ഫ്യൂച്ചറിനാണ് സീൻ വരിക. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്, കുറെ കാലം കഴിഞ്ഞിട്ടൊന്നുമല്ല. അതായത് ഖുർബ് ഖരീബ് അടുത്ത് തന്നെ ഉണ്ടാകുന്ന കാര്യത്തിനാണ്. പിന്നെ അടുത്ത കാര്യം, അത് എന്തായാലും നടക്കും, നിശ്ചയമായും നടക്കും. ഓക്കെ, അപ്പൊ സീൻ വന്നത് കൊണ്ട് യഖൂലു ഫ്യൂച്ചർ ടെൻസ് ആയി. രണ്ടാമത് അത് പെട്ടെന്ന് തന്നെ നടക്കുന്ന ഫ്യൂച്ചർ ടെൻസ് ആണ്, പ്ലസ് അത് ഉറപ്പായിട്ടും നടക്കുന്ന ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ സയഖൂലു നിശ്ചയമായും ഉടനെ തന്നെ അവര് പറയും, അവൻ പറയും. ആരാണ് പറയുന്നത്? അസ്സുഫഹ. അസ്സുഫഹ സീൻ ഫ ഹ, മൂഢന്മാർ, വിഡ്ഢികൾ. ഇവിടെ ആക്ച്വലി സുഫഹ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അറബിക് ഗ്രാമറിൽ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഇസ്മിന്റെ മുന്നേ ആണ് ഫിഅൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഫിഅൽ സിംഗുലർ ഫോമിലായിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, യഖൂലൂന പഠിച്ചിട്ടുണ്ട് അല്ലെ. ശരിക്കും സുഫഹ പ്ലൂറൽ ആകുമ്പോൾ നമ്മളെ മനസ്സിൽ അത് യഖൂലൂന അല്ലേ എന്ന് ചോദ്യം വന്നേക്കാം. പക്ഷേ ഒരു ഫിഅൽ തന്ന് ആ ഫിഅലിന്റെ തൊട്ട് പിന്നാലെ അതായത് ആ ചെയ്യുന്ന ആള്, കർത്താവ് ആരാണോ അത് പ്ലൂറൽ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഫിഅൽ എന്തായിരിക്കും, ആദ്യം വരുന്ന ഫിഅൽ എന്തായിരിക്കും, സിംഗുലർ ഫോമിലാണ് വരിക. അതുകൊണ്ടാണ് യഖൂലു വന്നത്, യഖൂലൂന വരാത്തത്. ഇത് അഡ്വാൻസ്ഡ് ഗ്രാമർ അറിയുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടേക്ക് എക്സാമിന് ക്വസ്റ്റൻ ഒന്നും ചോദിക്കൂല. ഓക്കെ, അപ്പൊ സയഖൂലു സുഫഹ സീൻ ഫ ഹ ആണ് റൂട്ട്. മിനന്നാസ് ആളുകളിൽ നിന്ന്, ഓക്കെ, ജനങ്ങളിൽ നിന്ന്. മാ എന്തൊന്ന്, യാതൊന്ന്. വല്ലാഹും, വല്ലാഹും വാവ് ലാം യാ. പുതിയ ആൾക്കാരുടെ അടുത്ത് ഇവിടെ റൂട്ട് ലെറ്റേഴ്സ് ഇതെല്ലാം തന്നെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള റൂട്ട് ലെറ്റേഴ്സ് ആണ്. നമ്മൾ ഇനി പോകെ റൂട്ട് ലെറ്റേഴ്സ് ഒന്നും മെല്ലെ കുറച്ച് കൊണ്ടുവരും. കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയണം എന്താണ് റൂട്ട് എന്നുള്ളത്. അപ്പം ജൂസ് 2 കയറിയവർക്ക് അത് ആദ്യം ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. നിങ്ങൾ മെല്ലെ M2ML ക്യാച്ചപ്പ് ചെയ്ത് വരുമ്പോൾ കിട്ടിക്കോളും. ഓക്കെ, അപ്പം സ്ക്രീനിൽ കാണിക്കുന്ന റൂട്ട് ലെറ്റേഴ്സേ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പൊ സ്ക്രീനിൽ കാണിച്ചത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതായത് പുതിയ റൂട്ട് ലെറ്റേഴ്സ് ആയിരിക്കും അധികം സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ ഒരു ആയത്തിൽ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയത് മാത്രമേ ഇടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഗ്രീനിൽ കാണിച്ചത് പുതിയതെന്ന് പറയാം. അതായത് ഖിബ്ലതിഹിം എന്ന് പറയുന്നതിന്റെ റൂട്ട് ഖാഫ് ബ ലാം. ഖബിൽ എന്നുള്ള വാക്കിന്റെ റൂട്ടും ഇത് തന്നെയാണ്. നമ്മൾ ആ റൂട്ട് കണ്ടിട്ടുണ്ട്. ഖബിലിൽ നിന്ന് വരുന്നതാണ് ഖിബ്ല. ഖബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ, മുൻപിൽ എന്നൊക്കെ അർത്ഥം. ഒരു മിനിറ്റ്, അതിന് മുമ്പ് വല്ലാഹും പറയാം. അപ്പൊ വല്ലാഹും എന്ന് പറയുന്നത് വാവ് ലാം യ വല്ല യുവല്ലി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളയുക, തിരിഞ്ഞു നിൽക്കുക. നമ്മൾ വലിയ
പഠിച്ചിട്ടുണ്ട്. ഇതേ റൂട്ടിൽ നിന്ന് തന്നെ വരുന്നതാണ് വലിയ. വലിയ എന്ന് വെച്ചാൽ ഈ വാവ് ലാം യാ വല്ലായു വല്ലിക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്നെങ്കിൽ തിരിഞ്ഞു കളയുക, അല്ലെങ്കിൽ ഒന്നിലേക്ക് തിരിയുക. അതായത് വലിയ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് തിരിയുക. അള്ളാഹു സുബ്ഹാനഹു തആല വലിയ ആണെന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഇവിടെ വല്ല എന്ന് പറയുന്നത് തിരിഞ്ഞു കളയുക. മോസ്റ്റ്ലി ഈ വല്ലാക്ക് ശേഷം, അതായത് വാവുലാം യാല് റൂട്ടിൽ വരുന്ന ഒരു വേർബിന് ശേഷം അൻ വരാണെങ്കിൽ, ഓക്കെ, ഇവിടെ നമുക്ക് വല്ലാഹും അൻ എന്ന് വരുന്നുണ്ട് അല്ലെ. അൻ വരാണെങ്കിൽ തിരിഞ്ഞ് കളയാണ്. അതുപോലെയുള്ള വേറെ വാക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. വന്നക്ക് ശേഷം വരുന്ന വാക്കിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. ഒന്നെങ്കിൽ ഊഹിക്കുക എന്നുള്ളതും ഉറപ്പായിട്ട് ചിന്തിക്കുക എന്നുള്ളതും രണ്ടർത്ഥം വരും വന്നക്ക്. അതുപോലത്തെ ഒരു വാക്കാണ് വല്ല. ഇങ്ങോട്ട് തിരിയാന്നും തിരിഞ്ഞ് കളയാന്നും അർത്ഥമുണ്ട്. വല്ലാക്ക് ശേഷം അൻ വരികയാണെങ്കിൽ തിരിഞ്ഞ് കളയാന്നാണ് മോസ്റ്റ്ലി അർത്ഥം വരാം. ഓക്കെ, വല്ലാഹും അവരെ തിരിച്ചു കളഞ്ഞത്. ഓക്കെ, അവരാണ് ഹും, അത് നമുക്കറിയാം, ദമീർ മുത്തസിൽ. അൻ ഖിബ്ലതിഹിം അവരുടെ ഖിബ്ലയിൽ നിന്ന്. ഖിബ്ല ഖാഫ് ബ ലാം ഖബൽ. ഖബൽ എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ മുന്നിലുള്ളതാണ് ഖിബ്ല, നമ്മുടെ നമസ്കരിക്കുന്ന ഡയറക്ഷൻ. ഖബൽ ഒരിക്കലും നമ്മുടെ പിന്നിലാവില്ല, സൈഡുകളിലാവില്ല അല്ലെ, മുമ്പിലുള്ളത് മാത്രമേ ആവുള്ളൂ. അപ്പൊ ഖിബ്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ. ഇസ്ലാമിക അല്ലെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിലി പറയുമ്പോൾ നമ്മുടെ ഖിബ്ല എന്ന് പറയുന്നത് നമ്മളുടെ കഅബ അല്ലെ. അല്ലതി കാനു അവർ ആയിരുന്നു. അല്ലതി യാതൊന്ന് അല്ലെങ്കിൽ യാതൊരുവർ, കാനു അവർ ആയിരുന്നു. അലേഹ അതിൽ. അല പ്ലസ് ഹ ആണ്. ഖിബ്ല, ഖിബ്ല എന്നുള്ള വാക്കാണ് അവിടെ ഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അലേഹ അതിൽ. കുൽ നീ പറയുക. ഖാഫ് വാവ് ലാം. കുൽ എന്ന് പറയുന്നത് കൽപ്പനയാണ്, അമ്രാണ്. ലില്ലാഹി അള്ളാഹുവിൻ്റെത്. അൽ മശ്രിഖു മശ്രിഖ് ഷീൻ റോ ഖാഫ്. ഷുറൂക്ക് സംഭവിക്കുന്ന സ്ഥലമാണ് മഷ്രിഖ്. ഷുറൂക്ക് എന്ന് വെച്ചാൽ സൂര്യന്റെ ഉദയം അല്ലെ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കരാണ്. വൽ മഗ്രിബു ഐൻ റോ ബ. ഉറൂബ് സംഭവിക്കുന്ന സ്ഥലം അതാണ് മഗ്രിബ്, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. അധിക വാക്കുകളും റിപ്പീറ്റേഷൻ ആണ്. മെല്ലെ മെല്ലെ നമുക്ക്, അതായത് ജുസു 1 ഇല്ലാത്ത ആൾക്കാർക്ക് മെല്ലെ ഗ്രിപ്പ് കിട്ടിക്കോളും പോക. അതിന്റെ കൂടെ നിങ്ങൾ ജുസു 1ന്റെ റിവിഷൻ, അതായത് ടേമിലും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെല്ലെ അങ്ങ് ആയിക്കോളും. ഇപ്പൊ തൽക്കാലം ഇത് ശ്രദ്ധിച്ചിട്ട് പോവാ. അള്ളാഹ് മെല്ലെ മെല്ലെ അത് ഈസി ആക്കിക്കോളും. അള്ളാഹിനോട് എളുപ്പത്തിന് വേണ്ടി ദുആ ചെയ്യാം. യഹ്ദി അവൻ നയിക്കുന്നു. യഹ്ദി ഹ ദാൽ യ ഹിദായ എന്നുള്ളതാണ്. മൈ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ. യശ ഷീൻ യ ഹംസ. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. മൈ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ. ഇല ലേക്ക്. സിറാത്ത് മാർഗം. അൽ മുസ്തഖീം നേരായ. ഖാഫ് വാവ് മീം സോ റോ സ്വാദ് റോ തോ. ഇതൊക്കെ നമുക്ക് ഫാത്തിഹയിൽ വരുന്നത് അല്ലേ, സിറാത്തും മുസ്തഖീമും ഒക്കെ. അപ്പം അവിടെ എക്സ്പ്ലനേഷനിൽ ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. സയഖൂലു സുഫഹാഉ മിനൻ നാസി. വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലുള്ള വിഡ്ഢികൾ എന്ത് പറയും, എന്തോന്ന് പറയും എന്ന് പറയുന്നുണ്ട് അല്ലെ. ആരാ പറയാ? സുഫഹ, വിഡ്ഢികൾ. എന്താ അവര് പറയാ? മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനു അലൈഹ. എന്താണ് അവരായിരുന്ന കിബില, അവർ ഏത് കിബിലയുടെ മേലെ ആയിരുന്നു, ഏത് കിബിലയിലായിരുന്നു, അതിനെ അവരെ തിരിച്ചു കളഞ്ഞത്, അതിൽ നിന്ന് അവരെ തിരിച്ചു കളഞ്ഞത്. നമുക്കറിയാം മുസ്ലിങ്ങൾ അല്ലെ ഒരു ഖിബില ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമസ്കരിക്കുന്ന സമയത്ത്. ഇപ്പം ഈ ഒരു ആയത്ത് വരുന്ന സമയത്ത് പറയുന്നത് അവർ ആ ഖിബിലയിൽ നിന്ന് മാറി. അപ്പം വിഡ്ഢികളായ ആളുകൾ ചോദിക്കും, എന്താണ് അവരെ തിരിച്ചു കളഞ്ഞത്, എന്തുകൊണ്ടാണ് അവരുടെ ഖിബില ചേഞ്ച് ചെയ്തത്, എന്തുകൊണ്ടാണ് അവർ ആ പഴയ ഖിബിലയിലേക്ക് ഇപ്പോൾ നോക്കാത്തത്. അതായത് വേറെ വാക്കിൽ പറഞ്ഞാൽ വിഡ്ഢികളായ ആളുകൾ ഇതിനെ എതിർക്കും, ഈ ഒരു ഖിബില മാറ്റത്തിനെ എതിർക്കും. അതിനെതിരെ അവർ പ്രചാരണം നടത്തും, അതിനെതിരെ കുഴപ്പമുണ്ടാക്കും, ആശയക്കുഴപ്പമുണ്ടാക്കും അല്ലെ. എന്തിനാ? ആളുകളുടെ ഇടയിൽ, ആളുകളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആർക്കെതിരെയാണ്? മുസ്ലിങ്ങൾക്കെതിരെ. കാരണം മുസ്ലിങ്ങളാണ് അല്ലെ അവര് ഇതുവരെ നമസ്കരിച്ച ഖിബില മാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ജുസില് നസ്ഖ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നസ്ഖിനെ പറ്റി. പുതിയ ആളുകൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ കൂടെ ആ നസ്ഖിന്റെ ക്ലാസ് ഒന്ന് പോയി കേൾക്കാൻ ലിങ്ക് ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അത് പഠിക്കൊന്നും വേണ്ട, എന്താണ് കാര്യം നസ്ഖ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കൽപ്പന തരും, എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു അത് മാറ്റും. അത് ഒന്നെങ്കിൽ കൊടുത്ത കൽപ്പന മാത്രം മാറ്റും, അതല്ലെങ്കിൽ കൽപ്പനയും ആയത്തും മാറ്റിക്കളയും.
അല്ലെങ്കിൽ ആയത്ത് വെച്ചിട്ട് കൽപ്പന മാറ്റും. അങ്ങനെ പല രീതികളുണ്ട് നസ്ഖിന്. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം പറ്റുന്ന മറന്നുപോയവരൊന്നും കൂടെ കേൾക്കുക, പുതിയ ആൾക്കാർ എന്തായാലും അത് ഒന്ന് പോയി കേൾക്കാൻ ശ്രമിക്കാം. അപ്പം ബേസിക്കലി ശരിയാത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഒരു നിയമം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നസ്ഖ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഒരു നിയമമാണെങ്കിൽ പോലും അതിൽ നസ്ഖ് വരാറുണ്ട്, വന്നിട്ടുണ്ട്, ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവന്ന കേസുകളുണ്ട്. പിന്നെ നസ്ഖിന്റെ പ്രയോജനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഉദാഹരണത്തിന് ആളുകൾക്ക് എളുപ്പത്തിന് വേണ്ടി നസ്ഖ് കൊണ്ടുവരാറുണ്ട്. ചില നിയമങ്ങൾ മാറ്റുന്നത് ആളുകൾക്ക് എളുപ്പമാണ്. കുറെ പ്രയോജനങ്ങളൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നസ്ഖ് സംഭവിച്ച ഒരു നിയമമാണ് ഈ ഖിബ്ല മാറ്റം, അല്ലെ? ഖിബ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് എവിടെയെങ്കിലും നോക്കിയിട്ട് നിസ്കരിക്കാൻ പാടില്ല, നമുക്കറിയാം, അല്ലെ? നമ്മുടെ ഖിബ്ല എന്ന് പറയുന്നത് കഅബയാണ്. മക്കയിലെ കഅബ നോക്കിയിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നതിന് മുമ്പ് അവര് എന്താണ് നമസ്കരിക്കുന്ന, അതായത് മക്കയിലായിരിക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ ഫേസ് ചെയ്തിരുന്ന ഖിബ്ല എന്ന് പറയുന്നത് കഅബയാണ്. നമുക്ക് അതിന്റെ മാപ്പൊക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടി 13 വർഷത്തിന് ശേഷം മദീനയിലേക്ക് വന്നു, അല്ലെ? മദീനയില് ഹിജ്റ പോയതിനു ശേഷം അവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് യഹൂദികളാണ്. യഹൂദികൾ അല്ലെങ്കിൽ ജൂതന്മാരുണ്ടായിരുന്നു അവിടെ ഒരു വിഭാഗം. അവര് നമുക്കറിയാം അഹ്ലുൽ കിതാബികളാണ്, അല്ലെ? കിതാബിന്റെ ആളുകളാണ്. അതായത് തൗറാത്തിനെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പേ വരെയുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത് അവരാണ്, ജൂതന്മാരാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന് ശേഷം അവര് വിശ്വാസികളല്ലാതായി മാറി. എങ്ങനെയാണ് അവർ വിശ്വാസികളല്ലാതായി മാറിയത്? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ അവർക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ അവര് വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അവര് ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പം അവരെ സ്പെഷ്യലായിട്ട് ദീനിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയത്തുകളൊക്കെ ഇറക്കി അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? അതുവരെ സത്യത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം ഫോളോ ചെയ്തിരുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ വീണ്ടും അവര് തിരിഞ്ഞു കളഞ്ഞ അവരെ സത്യത്തിലേക്ക് വീണ്ടും വീണ്ടും വിളിക്കാനുള്ള അർഹതയുള്ള ആളുകളായിരുന്നു അവര്, അല്ലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആയത്തുകൾ സൂറത്ത് ബഖറയില് ജുസു 1 നമ്മൾ കണ്ടു. ബനു ഇസ്രായേലിനെ തിരിച്ച്, അല്ലെ, ഇസ്ലാമിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഡയറക്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പല ആയത്തുകളും, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ പറയുന്ന പല ആയത്തുകളും നമ്മൾ കണ്ടു. പക്ഷെ എന്താ സംഭവിച്ചത്? അവര് വിശ്വസിച്ചില്ല, അല്ലെ? അവരതിന് റെസ്പോൺസ് കൊടുത്തില്ല, അവർ സ്വീകരിച്ചില്ല. പകരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ പല പ്രചാരണങ്ങളും നടത്താൻ ശ്രമിച്ചു. മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അല്ലെ? ഇസ്ലാമിനെ പല രീതിയിൽ അവര് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എനിഹോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്നു കഴിഞ്ഞപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എന്താണ്, നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ഇനി കഅബ ഫേസ് ചെയ്യണ്ട, ബൈത്തുൽ മുഖദ്ദസ് ഫേസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്? പലസ്തീനിൽ, അല്ലെ? എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിനെ ഫേസ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞത്? അതായിരുന്നു ബനു ഇസ്രായേല് നമസ്കരിച്ചുകൊണ്ടിരുന്ന ഡയറക്ഷൻ. അവരുടെ ഖിബ്ലയുടെ ഡയറക്ഷൻ ആയിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. അപ്പം ചോദ്യം, എന്തിനാണ് അവരുടെ ഖിബ്ലയെ ഫേസ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അവര് സത്യം വിശ്വസിച്ചവരല്ല, സ്വീകരിച്ചവരല്ല, അല്ലെ? എന്നിട്ടും എന്തിന് അവരുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു? എന്തിനാ? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശ്വാസം വേണം, അല്ലെ? അതായത് അവർക്ക് കിട്ടിയ അതേ സന്ദേശം കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിരിക്കുന്നത്. അവർക്ക് സന്ദേശം ഇറക്കിയ അതേ റബ്ബിൽ നിന്ന് തന്നെയാണ്, അവര് വിശ്വസിക്കുന്ന അതേ റബ്ബിൽ നിന്ന് തന്നെ പുതിയ സന്ദേശം കൊണ്ട് അല്ലെങ്കിൽ സന്ദേശം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിരിക്കുന്നത്. അവരുടെ പ്രവാചകന്മാരുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരാളോ അറബികൾക്ക് വേണ്ടി അയച്ച വേറെ ഗ്രൂപ്പ് ആളുകൾക്ക് വേണ്ടി അയച്ച വേറെ പ്രവാചകനോ അല്ല, അവരുടെ പ്രവാചകന്മാരുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു പ്രവാചകനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഖിബ്ലയെ ഫോളോ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി ഒരു പ്രശ്നമുണ്ട്. ജസ്റ്റ് സ്ക്രീനിലേക്ക് നോക്കുക എല്ലാവരും. ഈ ഒരു മാപ്പ് കണ്ടോ? ഇങ്ങനെയാണ് മക്കയും മദീനയും
ജെറുസലേമിലാണല്ലോ ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അപ്പം ഏറ്റവും താഴെ നിങ്ങൾക്ക് മക്ക കാണാം, അത് കഴിഞ്ഞ മദീന, അത് കഴിഞ്ഞ ജെറുസലേം. ഓക്കെ, ജെറുസലേമിലാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. ഇനി ഈ ഒരു ഫോട്ടോ നോക്കുക. ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരിക്കുമ്പോഴുള്ള പിക്ചറാണത്. മക്കയിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ ഫേസ് ചെയ്തിട്ട് നമസ്കരിക്കുമ്പോൾ ആക്ച്വലി ബൈത്തുൽ മുഖദ്ദസിനെയും കൂടെ ഫേസ് ചെയ്തിട്ടാണ് നമസ്കരിക്കുന്നത്. ഓക്കെ, അതായത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ പോലും അപ്പം ബൈത്തുൽ മുഖദ്ദസും കൂടെ ഖിബ്ലയിൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ അടുത്ത പിക്ചർ നോക്കട്ടോ. ഇതാണ് മദീനയുടെ പൊസിഷൻ. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടല്ലോ അല്ലെ, മക്ക, മദീന, ജെറുസലേം ഇങ്ങനെയാ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, സത്യം പറയണമെങ്കിൽ കഅബ പിന്നിലായിട്ട് വരികയാണ് ഉണ്ടായത്. അപ്പം കഅബ മക്ക പിൻഭാഗത്താവണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരുന്നു നിസ്കരിച്ചത്. കഅബ മുമ്പിലാണെങ്കിൽ പോലും, കഅബയെ ഫേസ് ചെയ്തിട്ടാണെങ്കിലും ബൈത്തുൽ മുഖദ്ദസും ആ സമയത്ത് എന്താണ്, ഖിബ്ലയാണ് അല്ലേ. പക്ഷെ മദീനയിലേക്ക് വരുമ്പം കഅബ പിൻഭാഗത്തായി മാറാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല മദീനയിലേക്ക് എത്തിയപ്പം ബൈത്തുൽ മുഖദ്ദസ് മാത്രം ഫേസ് ചെയ്തിട്ട് നമസ്കരിക്കാൻ പറഞ്ഞു. നമുക്കറിയാം, നമ്മളല്ലേ കഅബ കണ്ടിട്ടുള്ള ആളുകൾ, മക്കയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക്, അവിടെ ഇബാദത്ത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്തുമാത്രം അറ്റാച്ച്മെന്റ് കഅബയോട് ഉണ്ടെന്നല്ലേ. ഇപ്പൊ സത്യം പറയണെങ്കിൽ നമുക്ക് ആർക്കും അവിടെ നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടിയോ നമ്മളുടെ മാതാപിതാക്കളോ ഗ്രാൻഡ് പാരൻസ് ഒന്നും അവിടെ ജീവിച്ചവരല്ല അല്ലെ. നമ്മൾ അവിടെ ജനിച്ചവരല്ല, അവിടെ ജീവിച്ചവരല്ല, അവിടെ സ്കൂളിൽ പോയവരല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള മെന്റൽ കണക്ഷനും മക്കയായിട്ടോ ഹറമായിട്ടോ നമുക്കില്ല. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്ന അല്ലെ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഖിബ്ല ആയതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധാണ് കഅബയോട് അല്ലെ. ആ ഒരു സിമ്പിൾ ബിൽഡിംഗ്, കഅബ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യൂബാണ് അല്ലെ. നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, ഒരു ക്യൂബ്. അതിനോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. ഈ പറഞ്ഞ ഒന്നും നമുക്ക് അവിടെ ഇല്ല, നമുക്ക് വീടില്ല, കുടുംബമില്ല, നമ്മുടെ പാരന്റ്സ് അവിടെ ഇല്ല, നമ്മൾ ജനിച്ചത് അവിടെ ഇല്ല, ഒന്നുമല്ല, അവിടെ പഠിച്ചിട്ടില്ല. പക്ഷെ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോൾ മക്കയിൽ നിന്ന് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുക, കഅബയിൽ നിന്ന് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മദീനയിൽ എത്തുമ്പോൾ കഅബ കാണാൻ പറ്റുന്നില്ല അല്ലെ. പണ്ട് സ്ഥിരമായിട്ട് കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കുകയായിരുന്നു, ഇത് കഅബ കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസിനെ മാത്രം ഫേസ് ചെയ്ത് നിസ്കരിക്കാൻ പറയുമ്പോൾ കഅബയിൽ നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുകയും കൂടെയാണ്. അപ്പൊ നമുക്ക് കഅബയോട് അത്രയും, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കഅബയോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത്രയും നാള് കഅബയെ കണ്ടുകൊണ്ട് നമസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പെട്ടെന്ന് തിരിഞ്ഞ് നീ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിക്കുക, അതായത് കഅബക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിസ്കരിക്കുന്ന പറയുമ്പോൾ അത് വലിയൊരു പരീക്ഷണമായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല വിശ്വാസികൾക്കും വലിയൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായതുകൊണ്ട് അവര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിച്ചു. അവർക്ക് കഅബയായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഖിബ്ലയെങ്കിലും, കഅബയോടാണ് അറ്റാച്ച്മെന്റ് ആയിരുന്നെങ്കിലും അവര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് തന്നെ നമസ്കരിച്ചു. പക്ഷേ മദീനയിലെത്തി ഏകദേശം ഒരു 16-17 മാസം ഏകദേശം അത്രയും കഴിഞ്ഞപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു റൂള് നസ്ഖ് ചെയ്തു. ഇനി നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിനെ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല, പകരം എന്താണ്, നിങ്ങൾ കഅബയെ ഫേസ് ചെയ്തു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിയമം ചേഞ്ച് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇപ്പൊ കഅബയെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്? ഓക്കെ, അത്രയും നാൾ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നല്ലോ അല്ലെ. എന്തിനാണ് കഅബയെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്, കഅബയെ മാത്രം ഫേസ് ചെയ്യാൻ പറഞ്ഞത്? നമുക്കറിയാം കഅബ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ബിൽഡ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മോന്റെ സന്തതി പരമ്പരകളാണ് അല്ലെ. അപ്പം അവരുടെ ബനു ഇസ്രായേലിന്റെയും കുറെ മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിതിട്ടുണ്ട്. അപ്പം ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഇബാദത്തിന്റെ സ്ഥലം അല്ലെങ്കിൽ ഖിബ്ല എന്ന് പറയുന്നത് കഅബ തന്നെയാണ്. ഈവൻ നമുക്കറിയാം മലായിക്കത്ത് കഅബ പണിതതായിട്ടുള്ള ചില റിപ്പോർട്ടുകളും ഉണ്ട്.
ആദ്യം മലായിക്കത്ത് പണിതു, പിന്നീട് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചതിന് ശേഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിനെ റീകൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ആദം അലൈഹി ഇസ്ലാം മുതൽ എല്ലാ പ്രവാചകന്മാരും എല്ലാവരുടെയും ഡയറക്ഷൻ അല്ലെങ്കിൽ ഖിബ്ല എന്ന് പറയുന്നത് കഅബയാണ്. ഫ്രം ദ ബിഗിനിങ് ഖിബ്ല എന്ന് പറയുന്നത് കഅബയാണ്. സൂറത്ത് ആൽ ഇംറാനില് 96-ാമത്തെ ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം മക്കയിലേത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഖിബ്ല അല്ലെങ്കിൽ ഫസ്റ്റ് ഇബാദത്തിനുള്ള സ്ഥലം എന്ന് പറയുന്നത് കഅബ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ബനു ഇസ്രായേലിന്റെ കാര്യത്തില് അവരുടെ ദീൻ വന്നപ്പം അവരതുകൊണ്ട് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് അല്ലെ? അവര് ദീന് അവരുടെ ഗ്രന്ഥത്തെ പോലും മാറ്റി എഴുതി, അവര് ദീനിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല പ്രയാസങ്ങളും ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അവർക്ക് പല ബുദ്ധിമുട്ടുള്ള റൂളുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? അവരെ കുരങ്ങാക്കി മാറ്റിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ചേഞ്ച് ആയിരുന്നു അവർക്ക് കഅബയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവരുടെ ഖിബ്ല മാറ്റിയത്. കാരണം നമുക്കറിയാം ഒറിജിനൽ ഖിബ്ല എന്ന് പറയുന്നത് കഅബ തന്നെയാണ്. എന്താണ് ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതലേ മലായിക്കത്ത് ഉണ്ടാക്കിയ ആ ഒരു റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ അപ്പോഴത്തെ ഖിബ്ലയും കഅബയാണ്. അതിനുശേഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയത് മുതലേ ഖിബ്ല എന്താണ്? കഅബയാണ്. അതിനും കുറെ കാലത്തിന് ശേഷമാണ് ഈ ബനു ഇസ്രായേൽ വരുന്നത് അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളാണ് ബനു ഇസ്രായേൽ. അപ്പം അവർക്ക് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലെ നിയമങ്ങളെ കാഠിന്യമൊക്കെ കൊടുത്ത കൂട്ടത്തിൽ അവർക്ക് കൊടുത്ത ഒരു ചേഞ്ച് ആണ് കഅബയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങളുടെ ഖിബ്ല മാറ്റുക. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അവർ ഏത് രീതിയിലാണോ അവർ നമസ്കരിച്ചിരുന്നത്, അവർ പ്രാർത്ഥിച്ചിരുന്നത്, അതിന് അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ബനു ഇസ്രായേലിന്റെ. ഏകദേശം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഅബ ഉണ്ടാക്കിയ ശേഷം ഏകദേശം 1300 വർഷങ്ങൾക്ക് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയതിന് ശേഷം ജൂതന്മാര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നമസ്കരിച്ചിരുന്നത്. അവർക്ക് കഅബ ഉണ്ടായിരുന്നില്ല. അപ്പം ഒറിജിനൽ ഖിബ്ല എന്ന് പറയുന്നത് കഅബ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ പ്രവാചകനായ അല്ലെ ഖാത്തമുൻ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് ദീനിനെ കംപ്ലീറ്റ് ചെയ്യാനും പെർഫെക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഖിബ്ല എങ്ങോട്ട് തന്നെ മാറ്റണം? ഒറിജിനൽ ഖിബ്ലയിലേക്ക്, കഅബയിലേക്ക് തന്നെ തിരിക്കണം അല്ലെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നസ്ഖ് കൊണ്ടുവന്നിട്ട് ഖിബ്ല വീണ്ടും കഅബയിലേക്ക് തന്നെ മാറ്റി. പക്ഷേ എന്തിനായിരുന്നു അവരെ ഇടയ്ക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞത്? ബനു ഇസ്രായേലിനെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പം അവിടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ ജൂതന്മാർക്ക് അവർക്ക് ഇത് നിങ്ങളുടെ തന്നെ നബിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന റബ്ബിൽ നിന്ന് വന്ന നബിയാണ്, നിങ്ങളുടെ മുമ്പേ ഉള്ള പ്രവാചകന്മാരുടെ ഫോളോവർ ആയിട്ട് വന്ന നബിയാണ്, ഇത് അറബികൾക്ക് മാത്രം വന്നതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സുകൾക്ക് ഒരു ചായ്വ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിനെ കഅബയാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തില്ല, സ്വീകരിച്ചില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം ക്ലിയർ ആക്കി, നിങ്ങൾ ഫോളോ ചെയ്യുന്നു ഇല്ലേ പ്രശ്നമില്ല, ശരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് യഥാർത്ഥത്തിൽ നബിയാണ്, ഒറിജിനൽ ഖിബ്ല കഅബയാണ്, അതിലേക്ക് തിരികെയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് റിലീജിയൻ കംപ്ലീറ്റ് ആവുള്ളൂ, പെർഫെക്റ്റ് ആവുള്ളൂ. കാരണം ഒറിജിനൽ ഖിബ്ല എന്ന് പറയുന്നത് കഅബ തന്നെയാണ്. അപ്രകാരം കഅബക്ക് ചേഞ്ച് വന്ന ഖിബ്ലക്ക് ചേഞ്ച് വന്നപ്പോൾ യഹൂദികള് ജൂതന്മാര് പ്രശ്നമാക്കാൻ തുടങ്ങി അല്ലെ? അവർ വളരെ മോശപ്പെട്ട രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചേഞ്ച് ചെയ്ത് വന്ന ഖിബ്ല ചേഞ്ച് ചെയ്ത് വന്നപ്പം ചേഞ്ച് ചെയ്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക്, വിശ്വാസികൾക്ക് മുൻകൂട്ടി ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങിയിരുന്നോ, ഒരുപാട് നെഗറ്റീവ് റിയാക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ആയത്ത് അത്തരത്തില് ഖിബ്ല ചേഞ്ച് ചെയ്ത സമയത്ത് വിശ്വാസികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആയത്താണ് സയഖൂലു സുഫഹാഉ മിനന്നാസ്. വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലുള്ള വിഡ്ഢികൾ പറയും അല്ലെ? സീൻ നമ്മൾ മുമ്പ് കണ്ടു. പെട്ടെന്ന് തന്നെ പറയും, നിശ്ചയമായും പറയും, അതിനൊരു സംശയവും ഇല്ല. നിങ്ങൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. സുഫഹ സഫീഹിന്റെ പ്ലൂറലാണ് സീൻ ഫാഹ സഫാഹ, വിഡ്ഢി, വിഡ്ഢിത്തം.
ആളുകൾ വിഡ്ഢികളായിരിക്കാൻ അല്ലെങ്കിൽ വിഡ്ഢിത്തം കാണിക്കാൻ അല്ലെങ്കിൽ മൂഢന്മാരായിട്ട് പെരുമാറാൻ 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, അവർക്ക് കാര്യം അറിയില്ലെങ്കിൽ, കാര്യം അറിയാത്തവരും വിഡ്ഢികളാണല്ലേ, അവർക്കൊന്നും അറിയാത്തത് കൊണ്ട്. 2, കാര്യം അറിയാം പക്ഷേ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായിട്ടില്ല. കാര്യം അറിയാത്തതും ഒരു വിഡ്ഢിത്താണ്. ഇനി കാര്യം അറിയാം പക്ഷെ വിഡ്ഢിത്തം വരുന്നത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാവാൻ, അല്ലെങ്കിൽ അവരുടെ ഇന്റലക്ട് ബുദ്ധി അത്രയും മെച്ചോർഡ് അല്ലാത്തതുകൊണ്ട് മനസ്സിലാവാത്തത് കൊണ്ടും ആവാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു കുട്ടി, ഒരു 2-3 വയസ്സുള്ള ഒരു മോന്റെ അടുത്തോ മോളുടെ അടുത്തോ എവിടെ സ്ഥലത്ത് ഇരുന്നിട്ട് നീ അവിടെ അടങ്ങിയിരിക്കേ, കയ്യും കെട്ടി അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂപ്പര് ഇരിക്കുവോ അല്ലെ? മൂപ്പര് ആകെ കൂടെ അലോസരപ്പെട്ടില്ലേ, അവിടെ നിന്ന് എണീറ്റ് ഇളകി മറിഞ്ഞ് ചേറിന്റെ പുറത്തേക്ക് ചാടി എന്നിട്ട് അകത്തേക്ക് ഇരുന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും, ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാനല്ലേ? അപ്പൊ പറയും, ആ അടങ്ങിയിരിക്കാനാ പറഞ്ഞത്. എന്നിട്ട് എന്താ നീ ഇരിക്കാത്തത്? അതിന്റെ ബുദ്ധി അവിടേക്ക് എത്തിയിട്ടില്ലല്ലേ. അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കാനേ പാടുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധിയും മനസ്സും അതിലേക്ക് എത്തിയിട്ടില്ല. അത് ചൈൽഡാണ്. അപ്പം അറിയാത്തതിന്റെ പേരിലും വിഡ്ഢിത്തം ഉണ്ടാവാം. ഇനി അറിഞ്ഞിട്ടും അതിലേക്ക് നമ്മളുടെ മെച്ചോറിറ്റി, ചിന്ത, ബുദ്ധി എത്താത്തതിന്റെ പേരിലും വിഡ്ഢിത്തം ഉണ്ടാവാം. ഇവിടെ സുഫാഹ അല്ലെങ്കിൽ സുഫഹ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? എന്തുകൊണ്ടാണ് അവരെ വിഡ്ഢികൾ എന്ന് പറയുന്നത്? അവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെ, വിമർശിക്കുന്നത്. ശരിക്കും ക്രിട്ടിസിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിമർശനം, നിരൂപണം എന്നൊക്കെ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, അപ്പം എന്തെങ്കിലും ഒരു ബുക്കൊക്കെ എഴുതിയാൽ അതിന്റെ നിരൂപകന്മാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്ററി ചെയ്തു കഴിഞ്ഞാൽ അതിന് വിമർശിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് റിവ്യൂ എഴുതുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കണ്ട അവിടെ ഇവിടെയൊക്കെ കാണുന്ന ആമസോണിലൊന്നും കാണുന്ന റിവ്യൂ പോലെയല്ല കേട്ടോ. ഒരു ശരിക്കുള്ള ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റിന് റിവ്യൂ എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല വിവരമുള്ള, ബുദ്ധി കൂടിയ ബുദ്ധിജീവികൾ നമ്മൾ വിളിക്കുന്ന ആളുകളാണ് ക്രിറ്റിസിസം ചെയ്യുക, നിരൂപണം ചെയ്യുക. അവര് അവരുടെ അറിവില് ഒരുപാട് എന്താ പറയാ മികച്ച ആളുകളാണ് ശരിക്കും ക്രിറ്റിസിസം ചെയ്യാൻ അർഹർ. പക്ഷേ സാധാരണക്കാരെന്താ, എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്വീകരിക്കും. അതാണ് ശരിക്കുള്ള നിരൂപണത്തിന്റെ ഒരു ലെവല്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഈ ബനു ഇസ്രായേല് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിനെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, എന്ന് വിമർശിക്കുന്നത്. അതുകൊണ്ട് അവരെ വിഡ്ഢികൾ എന്ന് വിളിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ഒന്നെങ്കിൽ അവർക്ക് ദീൻ അറിയൂല, അള്ളാഹിനെ അറിയില്ല, അള്ളാഹിന്റെ വലിപ്പം അറിയില്ല, നമ്മൾ എത്രത്തോളം നിസ്സാരാന്ന് അറിയില്ല, നമ്മള് ഇവിടുത്തെ ഡ്യൂട്ടി എന്താണെന്ന് അറിയില്ല, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അവർക്ക് ബുദ്ധിയില്ല, അല്ലെ? അത് അവരുടെ ബുദ്ധി ഇതുവരെ മെച്ചേർഡ് ആയിട്ടില്ല. ഞാനാണ് ഭയങ്കര ബുദ്ധിയുള്ള ആളെന്ന് വിചാരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, എനിക്കാണ് ഭയങ്കര വിവരം അള്ളാഹിനെക്കാളെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവര് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിനേക്കാളും വലുത്, ദീനിനേക്കാളും വലിയ വിവരം എനിക്കാണെന്ന് പറയുന്നതുകൊണ്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ളവർ ശരിക്കും വിഡ്ഢികൾ തന്നെയാണ്, അല്ലെ? അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല അവരെ വിളിക്കുകയാണ് അസ്സുഫഹ, സയഖൂലു സുഫഹ മിനന്നാസ്. അവര് അത് പറയും, അല്ലെ? നമ്മൾ മുമ്പും കണ്ടിരുന്നു ആരാണ് വിഡ്ഢികളായ ആളുകൾ എന്ന്. കുറച്ചു മുമ്പേ ഒരു ആയത്തിൽ വമയ്യറബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ആരാണ് വിഡ്ഢികള്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആൾക്കാർ, അല്ലെ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കംപ്ലീറ്റ് ഒതുങ്ങുന്ന ആൾക്കാർ, അല്ലെ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്. അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളാണ് വിഡ്ഢികൾ, അല്ലെ? അപ്പം വിഡ്ഢികൾക്കുള്ള ഡെഫിനിഷൻ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. അപ്പൊ സയഖൂലു സുഫഹ, വിഡ്ഢികള് അവര് പറയും. എന്താ അവര് പറയാ? മാ വല്ലാഹും, എന്താണ് അവരെ തിരിച്ചു കളഞ്ഞത്? വല്ല യുവല്ലി, നമ്മൾ പറഞ്ഞു തിരിച്ചു കളയാ, അവരെ. ആരെ കുറിച്ചാ അത് പറയുന്നത്? മുസ്ലിങ്ങളെ കുറിച്ചല്ലേ. എന്താണ് ഈ മുസ്ലിങ്ങളെ തിരിച്ചു കളഞ്ഞത്? എന്തിൽ നിന്ന്? അൻ ഖിബ്ലതിഹിം, അവരുടെ ഖിബ്ലയിൽ നിന്ന്. അവർ ഇത്രയും നാള് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഖിബ്ല, അതായത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അവരെന്താ തിരിച്ചു കളഞ്ഞത്? അല്ലതീ കാനു അലൈഹ, ഏതൊന്നിന്റെ മേലെ ആയിരുന്നു അവർ, അതായത് ഏതൊന്നിനോടായിരുന്നു അവർ തിരിഞ്ഞു നിന്നിരുന്നത്, അതായത് ബൈത്തുൽ മുഖദ്ദസിന്. അതിൽ നിന്ന് അവരെന്താണ് തിരിച്ചു കളഞ്ഞത്? അപ്പം ഇതിനെതിരെ ജൂതന്മാരും, അല്ലെ, മുനാഫിക്കങ്ങളും ഒക്കെ അവര് എതിർത്തു തുടങ്ങി, പലരും എതിർക്കാൻ തുടങ്ങി. എന്താണ് അവരെ തിരിച്ചു കളഞ്ഞത്? അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിനെ ഫേസ് ചെയ്തിട്ട് നിസ്കരിക്കാത്തത്? എന്തുകൊണ്ടാണ് അവര് കഅബ ഫേസ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്.
എന്തുകൊണ്ടാണ് അവരെ ദീൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് വരുന്ന കൽപ്പനകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അവരെന്തിനാ ഇതൊക്കെ പറയുന്നത്? ആളുകളുടെ ഇടയിൽ സംശയങ്ങൾ ഉണ്ടാക്കണം ദീനിനെ കുറിച്ച്, അല്ലേ? ദീനിനെ പരിഹസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കണം. ഇതെന്തോ വിഡ്ഢിത്താണ് ചെയ്യുന്നത്. ഇയാൾക്കൊന്നും അറിയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ല്ലേ? ഇവർക്കൊന്നും അറിയില്ല. ഇവരെന്തൊക്കെയോ പൊട്ടത്തരം ചെയ്യാണെന്ന് ആളുകളുടെ ഹൃദയങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കണം. ഒരു ദിവസം ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കും, വേറൊരു ദിവസം അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പൊ ഇവര് ശരിക്കും ശരിയായ സത്യമതത്തിന്റെ ആൾക്കാരൊന്നല്ല. അതുകൊണ്ട് അവര് പറയുന്നത് കേൾക്കണ്ട. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് അസ്സുഫഹ പറഞ്ഞ് ഉണ്ടാക്കുന്നത്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ അവർക്ക് നിങ്ങൾ എന്ത് റെസ്പോൺസാ കൊടുക്കേണ്ടത്? അവരങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, അത് പിന്നെ ആദ്യം നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഖിബ്ല ആക്കിയത്. അപ്പൊ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാത്തതുകൊണ്ട് നമ്മൾ ശരിക്കും ഒറിജിനൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്നു. അങ്ങനെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് അള്ളാഹ് പറഞ്ഞത്? ഇല്ല. അള്ളാഹ് എന്താ പറയുന്നത്? ഖുൽ, നീ പറയുക, ലില്ലാഹി, അള്ളാഹുവിനാകുന്നു എന്ത്? അൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും. മശ്രിഖ്, അല്ലെ? നമുക്കറിയാം ഷുറൂഖിന്റെ സ്ഥലം കിഴക്ക്, മഗ്രിബ് ഒറൂബിന്റെ സ്ഥലം പടിഞ്ഞാറ്. അള്ളാഹ്ക്കാണ് കിഴക്കും പടിഞ്ഞാറും ഒക്കെ. ഇതാണ് അവർക്ക് കൊടുക്കാനുള്ള മറുപടി. എന്താ അർത്ഥം, അല്ലേ? അപ്പം അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട. അള്ളാഹ് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും, അതായത് ഈ ലോകം മുഴുവനും അള്ളാഹിൻ്റെതാണ്. എല്ലാ ദിക്കുകളും, അത് കിഴക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും തെക്കാണെങ്കിലും വടക്കാണെങ്കിലും അതൊക്കെ അള്ളാഹിന്റെ പ്രോപ്പർട്ടിയാ. അള്ളാഹ് ഇന്ന് നമ്മളോട് കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇന്ന് അങ്ങനെ നിസ്കരിക്കും. നാളെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞാൽ നാളെ നമ്മൾ അങ്ങനെ നിസ്കരിക്കും. ഇത് അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളാഹ് എന്ത് കൽപ്പിക്കുന്നോ അത് നമ്മൾ ചെയ്യും. എല്ലാം അള്ളാഹിൻ്റെതാണ്. അള്ളാഹ്ക്കാണ് ഫുൾ ചോയ്സും, അള്ളാഹ്ക്കാണ് ഫുൾ പവറും. എവിടേക്ക് തിരിയണം തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ്. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു. ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പോൺസ്. അല്ലാണ്ട് നിങ്ങൾ വല്ലാണ്ട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണം. കാരണം ഇവർ ഏത് കൂട്ടത്തിൽ പെടുന്നതാണ്? അറിഞ്ഞിട്ടും, അല്ലെ, വിഡ്ഢികളായ ആൾക്കാരാണ്. അവർക്ക് കാര്യമൊക്കെ അറിഞ്ഞിട്ടും അവർ വിഡ്ഢികളായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇതാണ് അവർക്ക് കൊടുക്കേണ്ട റെസ്പോൺസ്. യഹ്ദീ മൻ യശാ, അതിന്റെ കൂടെ ഒന്നും കൂടെ പറയണേ, എന്ത്? അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. ഇലാ സിറാത്തി മുസ്തഖീം, നേരായ വഴിയിലേക്ക്. അതായത് അവൻ ഉദ്ദേശിക്കുന്നവരെ അവന് ഹിദായത്ത് കൊടുക്കുന്നു. എങ്ങോട്ട്? ഇലാ സിറാത്തി മുസ്തഖീം, നേരായ വഴിയിലേക്ക്. എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? നമുക്കറിയാം ഹിദായ, അല്ലെ? ഹാദാൽ യ, രണ്ട് ടൈപ്പ് ഉണ്ട്. ഹിദായത്തുൽ ഇൽമി അല്ലെങ്കിൽ ഹിദായത്തുൽ ഇർഷാദ്, ഹിദായത്തുൽ അമലി അല്ലെങ്കിൽ ഹിദായത്തുൽ തൗഫീഖ്, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ കൊടുക്കുന്നത് ഹിദായത്തുൽ ഇൽമി, അള്ളാഹു ആ ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൊടുക്കുന്ന തൗഫീഖ് ഹിദായത്തുൽ അമലി അല്ലെങ്കിൽ ഹിദായത്തുൽ തൗഫീഖ്. ചിലപ്പം ഒരാൾക്ക് ഒരുപാട് അറിയായിരിക്കും, പക്ഷെ അത് അനുസരിച്ച് ജീവിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെ? ഒരുപാട് 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 ഗ്രന്ഥങ്ങളും കിതാബുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. അതേപോലെ തിരിച്ചും ആവാം, അല്ലെ? എന്തൊക്കെയോ കുറേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനെ കുറിച്ചുള്ള വിവരം കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പം യഹ്ദീ മൻ യശാ, അള്ളാഹു എന്താണ്? അള്ളാണ് ഇൽമും കൊടുക്കുന്നത്, അള്ളാണ് അമലിനുള്ള തൗഫീഖും കൊടുക്കുന്നത്. ആർക്ക്? മയ്യഷ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെ? ആർക്കെങ്കിലും അല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. എങ്ങോട്ട്? ഇലാ സിറാത്തി മുസ്തഖീം, നേരായ വഴിയിലേക്ക്. അപ്പൊ അള്ളാണ് കഅബയെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. അത് ഈ എൽമ്, അല്ലെ, ഫേസ് ചെയ്യണം എന്നുള്ള എൽമ് കൊടുത്തത് ആരാണ്? അള്ളാഹ്. അതേപോലെ അത് ഫേസ് ചെയ്യാനുള്ള കഴിവ്, തൗഫീഖ് കൊടുത്തതും അള്ളയാണ്. പക്ഷെ അത് എല്ലാവർക്കും അള്ളാഹ് കൊടുത്തിട്ടില്ല, അല്ലെ? എൽമും അള്ളാഹ് എല്ലാവർക്കും കൊടുക്കൂല, തൗഫീഖും അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. ചിലര് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അങ്ങനെ ശരിയാവോ? ചിലർ ഷെയ്ക്കിയായി. അതിലെന്തോ ഒരു സെൻസ് കുറവില്ല, അല്ലെ? ഇങ്ങോട്ട് തിരിയാൻ പറയുന്നു, അങ്ങോട്ട് തിരിയാൻ പറയുന്നു. അതിന്റെ പേരിൽ ചിലര് തിരിഞ്ഞു നിന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ കമാൻഡ് പിന്നെയും പിന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ? അപ്പൊ ഇത് ശരിക്കുള്ള ദീനല്ലല്ലോ, അല്ലെ? ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംശയിക്കാൻ തുടങ്ങി. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുത്തിട്ടില്ല, അല്ലെ? ഇൽമ കിട്ടിയതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൊടുത്തിട്ടില്ല. അപ്പം ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ കൊടുക്കുന്നത്? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവ് കൊടുക്കുന്നത്, അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തൗഫീഖ് കൊടുക്കുന്നത്? അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ലെസൺസ് നോക്കാം ഇൻഷാ അല്ലാഹ്. മെയിനായിട്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന, അള്ളാഹുവിന്റെ എന്തൊരു കാര്യം അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമേ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൽ നിന്ന് വന്നതാണോ അത് നമ്മൾ സ്വീകരിക്കുക അല്ലെ. അത് നമുക്ക് ചിലപ്പോൾ സെൻസ് ഉണ്ടാക്കാം, സെൻസ് ഉണ്ടാക്കാതിരിക്കാം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സെൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. റളിതു ബില്ലാഹി റബ്ബ അല്ലെ, അള്ളാഹുൽ നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കണം. അള്ളാഹ് പറയുന്നതൊക്കെയും അൽഹംദുലില്ലാഹ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിന്റെ അർത്ഥം അള്ളാഹ് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ തീരെ ചിന്തിക്കാൻ പാടില്ല, അതെന്താന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. പക്ഷേ ശ്രമിച്ചിട്ടും അത് നമ്മളുടെ മനസ്സിലാക്കുന്ന കപ്പാസിറ്റിക്ക് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് കഴിവിന് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തേക്കാം. നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ അല്ലെ, മാത്സ് ക്ലാസ്സിലോ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ ചില കാര്യങ്ങൾ ടീച്ചർ ഇനി എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. എന്നാലും അതെന്താ അങ്ങനെ, എനിക്കത് മനസ്സിലായില്ല, അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ടായിരിക്കും. ടീച്ചേഴ്സ് ചിലപ്പോൾ പറയും റൂൾ അങ്ങനെയാണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ റീസെന്റ് നമ്മൾ അറബി ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഐ ആം, യു ആർ, ഷീ വാസ് എന്ന് എഴുതും അല്ലെ. ഷീ ആം എന്നോ യു വാസ് എന്നോ അല്ലെങ്കിൽ യു ആം എന്നോ ഒന്നും നമ്മൾ എഴുതൂല. അതെന്തുകൊണ്ടാ? അത് ആ റൂള് അതങ്ങ് സ്വീകരിക്കന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകെ പോകെ പറഞ്ഞതൊക്കെ എളുപ്പം. പിന്നെ ഐ ആം എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഐ എഴുതുമ്പോൾ നമ്മുടെ അതിന്റെ കൂടെ ആമേ വരുള്ളൂ അല്ലെ. അതേപോലെ നമ്മളങ്ങ് സ്വീകരിച്ചു കഴിയുമ്പോൾ ഗ്രാജുവലി നമുക്കതങ്ങ് ഈസി ആവും. ഒരു അവസ്ഥയിൽ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ. അള്ളാഹ് നമ്മളെ അടുത്ത് എന്ത് പറഞ്ഞോ അത് നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് സ്വീകരിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങോട്ട് ശ്രമിക്കുക, അള്ളാഹിന്റെ അടുത്ത് തൗഫീക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹ് ഒരു സമയമാകുമ്പോൾ നമുക്കത് എളുപ്പമാക്കി തരും. അതും കഴിഞ്ഞും ചിലപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്കത് മനസ്സിലാക്കിയും തരും. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ലെസൺ എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹ് നേർവഴിയിലേക്ക് നയിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു നേർവഴിയിലേക്ക് നയിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പം ഹിദായത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. അള്ളാഹാണ് തീരുമാനിക്കുന്നത് ആർക്ക് ഹിദായത്ത് കൊടുക്കണം, ആർക്ക് ഹിദായത്ത് കൊടുക്കണ്ട. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും ഞാൻ എന്താ അറിയില്ല, ഞാൻ നിസ്കരിക്കുന്നില്ല, അള്ളാഹ് എനിക്ക് ചിലപ്പോൾ ഹിദായത്ത് തന്നിട്ടുണ്ടാവില്ല അല്ലെ, അള്ളാഹ്ക്ക് ഞാൻ നിസ്കരിക്കണം എന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ നിസ്കരിക്കാത്തത്. രക്ഷയില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അള്ളാഹ് ആർക്കാ ഹിദായത്ത് കൊടുക്കുന്നത്? ഹിദായത്ത് വേണ്ടവർക്കാണ് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുന്നത്. ആർക്കാണോ ഹിദായത്ത് വേണ്ടത്, ആർക്കാണോ മാറണം, അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടിയിട്ട് അതിനനുസരിച്ച് ജീവിക്കണം, അതിനനുസരിച്ച് മാറണം എന്ന് ആഗ്രഹമുള്ളത് അവർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക. അള്ളാഹു അങ്ങനെയുള്ളവരെ കൈവെടിയൂല. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കഥകൾ നമ്മുടെ സഹാബാക്കളുടെ ഇടയിലുണ്ട്. അതിനകത്ത് സൽമാൻ അൽ ഫാരിസിന്റെ കഥ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പേർഷ്യയിലായിരുന്നു അല്ലെ. അദ്ദേഹം പേർഷ്യയിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക്, ആദ്യം മജൂസിയായിരുന്നു, പിന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി അല്ലെ. സുബ്ഹാനല്ലാഹ്. ഓരോ സത്യം അന്വേഷിച്ച് പോയി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൈവിട്ടിട്ടില്ല അല്ലെ. സത്യം അള്ളാഹു അദ്ദേഹത്തിൽ എത്തിച്ചു കൊടുത്തു. അപ്പൊ ആരെ അള്ളാഹു ഗൈഡ് ചെയ്യുക, ആർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക? ഹിദായത്ത് വേണ്ടവർക്ക്. അള്ളാഹ്ക്ക് വേണ്ടി മാറ്റം വരുത്തണം, അള്ളാഹ് പറഞ്ഞതൊക്കെ എനിക്ക് അറിയണം, അള്ളാഹ് പറഞ്ഞതൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അള്ളാഹ്ക്ക് വേണ്ടി മാറണം, അള്ളാഹ്ക്ക് വേണ്ടി എന്നെ തിരുത്തണം, അള്ളാഹ്ക്ക് വേണ്ടി കൂടുതൽ അറിയണം, അള്ളാഹ്ക്ക് വേണ്ടി ജന്നാത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എനിക്ക് വേണമെന്ന് തീരുമാനിച്ചവർക്ക് അള്ളാഹു അതൊക്കെ എത്തിച്ചു കൊടുക്കും. അള്ളാഹ് ആർക്കാ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക ദീനിന്റെ കാര്യങ്ങളിൽ. എനിക്കിത് എന്താന്ന് അറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ അണ്ടർസ്റ്റാൻഡിങ് അള്ളാഹു എത്തിക്കും. നമ്മൾ ഇമാജിൻ ചെയ്യാത്ത വഴികളിലൂടെ നമുക്ക് വേണ്ടത് അള്ളാഹു എത്തിക്കും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ അള്ളാഹ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. എങ്ങനെയാന്ന് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു അത് എത്തിക്കും. നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു എത്തിക്കും. നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു എത്തിക്കും. പക്ഷെ എനിക്ക് അതൊക്കെ പറഞ്ഞിട്ട് എന്താ, അങ്ങനെ ഒരുപാട് അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ, എല്ലാവരും പറഞ്ഞിട്ടാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വരെയില്ല, ഉണ്ടാവില്ല. നമുക്ക് ഇത്ര മതി, അള്ളാഹ് അത്രേ തരുള്ളൂ. എനിക്ക് ഇതിലധികം നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. അള്ളാഹ് പറഞ്ഞ എല്ലാ കൽപ്പനയൊന്നും ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല, അത്രേ തരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹു എന്താ യഹ്ദി മൻ യശാ എന്ന് പറയുമ്പം
അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവനെ അവന് ഹിദായത്ത് കൊടുക്കുക. ആർക്കാ അവൻ ഹിദായത്ത് കൊടുക്കുക? നമുക്ക് വേണമെങ്കിൽ അല്ലെ, നമുക്ക് ഹിദായത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ വീണ്ടും 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 വസ്തഈനു ബിസ്സബ്രി വസ്സല അല്ലെ, അവിടെ ബിസ്സബർ എന്ന് പറയുമ്പോൾ ആ സബർ എന്നുള്ള വാക്ക് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന അർത്ഥമല്ല എന്ന് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അതിന്റെ കൂടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വീണ് പോയി കഴിഞ്ഞാൽ തൗബ ചെയ്ത് എഴുന്നേറ്റ് വീണ്ടും ട്രൈ ചെയ്യുക. അള്ളാഹ് നമുക്ക് എളുപ്പമാക്കും. നമ്മൾ പണ്ട് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ടുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലെ. അപ്പൊ അള്ളാഹ് എളുപ്പമാക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, ആര് അള്ളാന്റെ കൽപ്പനകളെ എതിർക്കുന്നുവോ അവൻ വിഡ്ഢികളാണ്. അള്ളാന്റെ കൽപ്പനകളെ പരിഹസിക്കുന്നുവോ അല്ലെ, അതെന്താപ്പ അത് എന്ന് ചോദിക്കുന്നുവോ അവര് വിഡ്ഢികളാണ്. അവന് ശരിക്കും ബുദ്ധിയില്ല അല്ലെ. ശരിക്കും അവന് വിചാരിക്കുന്നുണ്ട് അവന് വലിയ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്, പക്ഷെ അവന് ശരിക്കും ബുദ്ധിയില്ല. ഒരു വിഡ്ഢിയാണ്, സുഫഹ ആണ്, സഫീഹാണ്. ശരിക്കും ഇന്റലക്ച്വൽ മെച്ചോറിറ്റി അവനില്ല. ശരിക്കും ഇന്റലക്ച്വൽ മെച്ചോറിറ്റി എവിടെയാണ്? അള്ളാഹ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്നതിലാണ് അതായത് ബുദ്ധിയുടെ മെച്ചോറിറ്റി എന്ന് പറയുന്നത്. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ അല്ലെ, മില്ലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് ബുദ്ധി കിടക്കുന്നത്. അറിവിന്റെ മെച്ചോറിറ്റി എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നതിലാണ്. അള്ളാഹ് പറഞ്ഞതെല്ലാം അല്ലെ, മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെല്ലാം അനുസരിക്കുകയും വിരോധിച്ചതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്യുന്നവനാണ് മുത്തഖി. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു കൽപ്പന പറഞ്ഞാൽ അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന മനസ്സിന്റെ അവസ്ഥയാണ് കേട്ടോ. നമുക്ക് പുറമേ ഉള്ള ആൾക്ക് അളക്കാൻ പറ്റുമെന്നില്ല മുത്തഖി, അള്ളാഹ്ക്കേ അളക്കാൻ പറ്റുള്ളൂ മുത്തഖീനെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് പറഞ്ഞ ചില കൽപ്പനകൾ അതിപ്പോ എന്താ, അത് അങ്ങനെ എല്ലാം ഒന്നും നടക്കൂല, എല്ലാം ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇന്റലക്റ്റിന്റെ ബുദ്ധിയുടെ ഇമ്മച്യൂരിറ്റി, ബുദ്ധിന്റെ വളർച്ചയില്ലായ്മയാണ്. സുബ്ഹാനല്ലാഹ്, വിഡ്ഢിത്തമാണത്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ആരാ അല്ലെ, നമ്മൾ വെറും ഒരു നിസ്സാര ഒരു തുള്ളി ബീജത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാ? നമ്മൾ ആരാ അള്ളാന്റെ കൽപ്പനകളെ പരിഹസിക്കാനും അതെല്ലാം ഒന്നും നടക്കൂല, അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമില്ല എന്ന് പറയാൻ നമ്മൾ ആരാ? ബുഫേക്ക് ഫുഡ് ചൂസ് ചെയ്യുന്ന പോലെ അള്ളാന്റെ കൽപ്പനകൾ ചൂസ് ചെയ്യാൻ നമ്മൾ ആരാ? നമ്മൾ ഒന്നും അല്ലല്ലേ, നിസ്സാരരായ മനുഷ്യരാ നമ്മള്. സുബ്ഹാനല്ലാഹ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയും മനസ്സും കഴിവുകളുമുള്ള നിസ്സാരരായ മനുഷ്യരാണ്. എങ്ങനെയാ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന് ചലഞ്ച് ചെയ്യാൻ പറ്റുക അല്ലെ? നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളുടെ കഴിവുകേട്, അത് സമ്മതിച്ച് നമുക്ക് അവിടെ നിൽക്കാം. നമ്മൾ പരസ്യമായിട്ട് ചിലപ്പോൾ ചിലർ പറയുന്ന കേൾക്കാറുണ്ട് അല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല, അങ്ങനെ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അള്ളാഹ് പറയുന്നത് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ ആരാ അള്ളാന്റെ കമാൻഡിനെ കൽപ്പന ചോദ്യം ചെയ്യാൻ? നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹ് എന്നെ കൊണ്ട് പറ്റുന്നില്ല റബ്ബേ, നീ ഹെൽപ്പ് ചെയ്യ് റബ്ബേ, ഇതെനിക്ക് മനസ്സിലാക്കി താ റബ്ബേ. ദുആ ചെയ്യ്, ട്രൈ ചെയ്യ്, വീണു പോകുമ്പോ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യ്. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളതാണ്, നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്, നമ്മളെ കൊണ്ട് പറ്റേണ്ടതാണ്. അള്ളാന്റെ കൽപ്പനകളെ എതിർക്കാൻ നമ്മൾ ആരുമല്ല അല്ലെ. അങ്ങനെ ആരെങ്കിലും അള്ളാന്റെ കൽപ്പനകളെ എത്തിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാട്ടോ, നമ്മൾ പറയുന്നതല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവൂലേ, അള്ളാന്റെ കൽപ്പനകളെ എതിർക്കുകയും പരിഹസിക്കുകയും അന്ന് നടക്കാൻ പോണില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പുച്ഛിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവര് പറയുന്നതിന് നമ്മൾ കേൾക്കണോ? അവർക്ക് നമ്മൾ കെയർ കൊടുക്കണോ? നമ്മൾ അവര് പറയുന്നതിനെ കുറിച്ച് വറീഡ് ആവണോ? വേണ്ട. അതുപോലുള്ള ആളുകൾ നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. അള്ളാഹ് പറയുന്നത് നമ്മൾ പറയുമ്പം അതിനെ പരിഹസിക്കുന്ന ആൾക്കാർ, അതിനെ എതിർക്കുന്ന ആൾക്കാർ, അവർ അറിയാതായിരിക്കും അവർ പറയുന്നത് അല്ലെ. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ, അള്ളാഹു പറഞ്ഞതനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ. അവർക്കത് അറിയില്ലായിരിക്കും, പക്ഷെ അവർ അതിൽ പരിഹാസം കണ്ടുപിടിക്കും, കുറ്റം കണ്ടുപിടിക്കും, നമ്മളെ കുറ്റപ്പെടുത്തും, ക്രിട്ടിസൈസ് ചെയ്യും അല്ലെ. എങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകളെ ഡീൽ ചെയ്യുക? ഇഗ്നോർ. അവർക്ക് ആ കാര്യത്തിന് അവർ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കണ്ട. അവരെ ആൾക്കാരെ ഇഗ്നോർ ചെയ്യാന്നുള്ളതല്ല, നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ, ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട, ആൾക്കാരെ ഇഗ്നോർ ചെയ്യേണ്ട. അവരുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം, അവരോട് നല്ല രീതിയിൽ ഇടപെടാൻ, പെരുമാറാം. പക്ഷെ അവര് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, നമ്മൾ ചിലരടുത്ത് തൗഹീദ് പോലും പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് ഇതാണോ തൗഹീദ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ വരെയുണ്ട്. അവരാ പറയുന്ന കാര്യത്തിനെ ഇഗ്നോർ ചെയ്യാം, അവരാ ചെയ്ത പ്രവൃത്തിയെ ഇഗ്നോർ ചെയ്യുക. നമ്മൾ അല്ലോ ഓരങ്ങനെ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ എന്താക്കും, ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും, പേടിക്കുകയോ വേണ്ട.
അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് അവരെ ഇഗ്നോർ ചെയ്യാം. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അല്ലേ? അവിവേകികൾ വാദകോലാഹലത്തിന് വന്നാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഒഴിയുന്നവരാണ് അവർ. അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതുപോലെ പുച്ഛവും പരിഹാസവും, അല്ലേ, കുറ്റപ്പെടുത്തലും. നമ്മൾ അള്ളാഹു പറയുന്നതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ മൈൻഡേ ചെയ്യണ്ട, ഇഗ്നോർ, അല്ലേ? അവരെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ഭയങ്കര വിഷമിച്ച് അവരെ കുറിച്ച് സംസാരിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അവർക്ക് അറിയാഞ്ഞിട്ടാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കൽ നമ്മളെ ഡ്യൂട്ടിയാണ്. അവരറിയാത്തതിന്റെ പേരിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർ ചിലപ്പോൾ പറയുമ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ നമ്മളെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് അവർ വീണ്ടും വീണ്ടും അത് തന്നെ പറയുകയാണെങ്കിൽ ഇഗ്നോർ. അതിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ അതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളുടെ വിശ്വാസത്തിന്, നമ്മളുടെ അറിവിനൊക്കെ നമുക്കൊരു ഇളക്കം തട്ടും. ഇനി അങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, ഇനി ഞാൻ ചെയ്യുന്നതാണോ തെറ്റ്? സുബ്ഹാനല്ലാഹ്, നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതിലേക്ക് നമ്മൾ പോകണ്ട. അവരങ്ങ് ആ ഒരു കാര്യത്തിൽ അവരങ്ങ് മാറ്റി നിർത്തിയേക്കാം. ഇനി 5ാമത്തെ ലെസൺ എന്ന് പറയുന്നത്, ആരെങ്കിലും നമ്മളടുത്ത് ദീനിന്റെ കാര്യത്തിൽ ആർഗ്യൂ ചെയ്യാൻ വരാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീന് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, മറ്റേതാണ്, മറിച്ചതാണ്, നിങ്ങൾ പറയുന്നത് ആനമേൽ ഒട്ടകാണെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്താ കൊടുക്കേണ്ട റെസ്പോൺസ് എന്നും അള്ളാഹ് പറഞ്ഞല്ലേ. അവരോട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തലകുത്തനം മറിഞ്ഞ് വീണ് കടന്ന് കെഞ്ചി കേഴൊന്നും വേണ്ട. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അള്ളാഹുവിനാണ് കിഴക്കും പടിഞ്ഞാറും, അല്ലേ? അള്ളാഹ് അവന് ഇഷ്ടമുള്ളത് കൽപ്പിക്കുന്ന. സുബ്ഹാനല്ലാഹ്, അതിനെ എതിർക്കാൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. ഇനി ചിലപ്പോണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റായിട്ടായിരിക്കും അവർ പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ അതും നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിചാരിച്ചു വെച്ചതൊക്കെ ശരിയാണ്, അതുകൊണ്ട് അവർ എതിർക്കാൻ പാടില്ല എന്നല്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടാവും, അതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവർ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. സുബ്ഹാനല്ലാഹ്, അത് ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്നത് സുഫഹ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഒന്നെങ്കിൽ തീരെ അറിയാത്തവരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. 2, അറിഞ്ഞിട്ടും ബുദ്ധി വളർച്ച എത്താതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിനെ പരിഹസിച്ചും പുച്ഛിച്ചും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ ചെയ്യുമ്പോഴും പറയുമ്പോഴും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, അള്ളാഹിന്റെതാണ് ദുനിയാവ്, അള്ളാഹിന്റെതാണ് കിഴക്കും പടിഞ്ഞാറും, അള്ളാഹ് അവന് ഇഷ്ടമുള്ളത് തീരുമാനിക്കുന്നു, നമുക്ക് അതിനെ എതിർക്കാൻ യാതൊരു വകുപ്പില്ല. നിങ്ങൾ ഇഷ്ടം, അല്ലെ? ഞാൻ അതിനെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ ദീനിനെ വളരെ യാതൊരു ഡിലേ ഇല്ലാതെ അള്ളാഹ് പറഞ്ഞതിനെ, അള്ളാഹിന്റെ കൽപ്പനകളെ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ആ ഇൽമുകളെല്ലാം അതുവഴി അള്ളാഹു വഴി നമുക്ക് തരുന്ന ഇൽമുകളെല്ലാം അള്ളാഹു അമലാക്കി മാറ്റാൻ, അതിനു വേണ്ട ഫഹം, അതായത് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന് ആ ഒരു ഫഹം ഉണ്ടായി കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്വീകരിക്കാൻ ഒന്നിനും ഒരു പ്രയാസവും ഇല്ല, അല്ലെ? ഇതുവരെ നമ്മളിപ്പോ 141 ആയത്തുകളിൽ എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമുള്ളതുണ്ടോ? ഇല്ല, അല്ലെ? നമ്മൾ അൽഹംദുലില്ലാ ആ ഫഹം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ. പിന്നെ നമ്മളുടെ അമലിലേക്ക്, നമ്മളുടെ അവയവങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ടാവും. നമ്മൾ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പാളി പോകുമ്പോൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു പ്രോസസ്സ് മരണം വരെ മുന്നോട്ട് പോവുക. എന്തോ കുറച്ച് പഠിച്ചിട്ട് ഓക്കെ ഞാനൊക്കെ സെറ്റായി, എനിക്കിനി ഒന്നും മാറാനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ അഡ്വാൻസ്ഡിലേക്ക് പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചിന്തകളിൽ പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇഷ്ടം പോലെ രോഗങ്ങളുണ്ട്, അല്ലെ? ഇഷ്ടം പോലെ. നമ്മുടെ കിബർ എന്ന് പറയുന്ന രോഗത്തിന് ആദ്യം അങ്ങ് പറിച്ചു മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ശരിക്കും നമ്മളെ വിചാരം കിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര അടിപൊളിയാണ് എന്ന് വിചാരിക്കുന്നത് മാത്രമാണ് കിബർ എന്ന്. അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കാനുള്ള വിമുഖത കിബറിൽ പെട്ടതാ. എനിക്കൊക്കെ അറിയാം, ഇനിയിപ്പോ അള്ളാഹ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇനിയിപ്പോ എനിക്ക് ഖുറാനിലൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, മാറേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കിബർ. നമ്മളുള്ളിൽ ഒരുപാട് തിരുത്താനുണ്ട്, ഒരുപാട് മാറാനുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിച്ച് ആത്മാർത്ഥമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് ആണ് കിബ്റില്ലായ്മയുടെ ഏറ്റവും വലിയ ലക്ഷണം. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും എളിമയുള്ള, അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ കലാമിന്റെ മുമ്പിൽ ഏറ്റവും എളിമയുള്ള, എന്നാൽ അതിനോട് ഏറ്റവും ഇഷ്ടത്തോടു കൂടി അതിനെ അപ്രോച്ച് ചെയ്യുന്ന, വീണ്ടും 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 അതിലേക്ക് ഓടി അടുക്കാൻ വേണ്ടി വെമ്പുന്ന ഹൃദയമുള്ള അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽബുൻ സലീമുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലാൻ തൗഫീഖുള്ള
ഒരു കൂട്ടം സഹോദരിമാർ ആയി മാറാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അതോടൊപ്പം അത് ആ ഒരു പ്രകാശം ല്ലേ നൂറ് സ്വദരി മറ്റുള്ളവരിലേക്ക് പകരാനും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നമ്മുടെ മക്കളിലേക്കും വരുന്ന തലമുറകളിലേക്കും പകരാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇതിനു വേണ്ടിയൊക്കെ എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഡ്യൂട്ടി ഉണ്ട്. ഇത് പകർന്നു കൊടുക്കാന്നുള്ള ഡ്യൂട്ടി. ഓരോരുത്തരിലേക്കും ഈ വെളിച്ചം എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി നമുക്കുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് അറിയില്ലായിരിക്കും എങ്ങനെയാ അത് ചെയ്യുന്നത്. റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, റബ്ബെ എങ്ങനെയാ ഇത് ചെയ്യേണ്ടത്, റബ്ബെ നീ വഴി കാണിച്ചു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ സ്പേസിൽ നമ്മുടേതായ സ്ഥലങ്ങളിൽ അത് ചെയ്യാൻ പറ്റും. അള്ളാഹ് കാണിച്ചു തരും. നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ ഈ ദുആകളിലൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തുക. റബ്ബെ ഈ ഒരു നൂറ് മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണോ ഞാൻ എത്തിക്കേണ്ടത് അങ്ങനെ എത്തിക്കാനുള്ള തൗഫീഖ് എനിക്കും ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.